Restoration അകത്ത് രണ്ട് മൂന്ന് വാക്കുകൾ നമ്മൾ കേട്ടായിരുന്നു. Last week we heard few words about restoration. Restoration എന്ന് പറയുന്നത് രാവിലെ എനിക്കൊന്നത് ഇംഗ്ലീഷ് സർവീസിനകത്ത് മെസ്സേജ് ഇതുമായി കണക്റ്റഡ് ആയിട്ട് പോയെന്നാണ് എൻ്റെ ഒരു ഓവർ ഹിയറിംഗിൽ എനിക്ക് മനസ്സിലായത്. Even today English morning service was connected to this word restoration. പുനഃസ്ഥാപനം എന്തിൽ നിന്ന് നമ്മൾ വീണുപോയോ അതിലേക്ക് അല്ല, അതിനേക്കാളും മെച്ചമായ ഒന്നിലേക്ക് നമ്മളെ തിരികെ ആക്കുകയായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. God's plan was to restore us back to something greater than from where we were initially. അതുകൊണ്ട് നമ്മളെ ഏദൻ തോട്ടത്തിലോട്ടല്ല പുനഃസ്ഥാപിച്ചത്, അതിനേക്കാളും മെച്ചമായിരിക്കുന്ന കർത്താവിന്റെ തോട്ടത്തിലോട്ടാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. God is not restoring back into the Garden of Eden. God is restoring back into something greater. അപ്പൊ ഈ തോട്ടത്തിലാണെന്നുള്ളതിന്റെ വെളിപ്പാട് ആദ്യം കിട്ടിയത് മറിയയ്ക്ക്. It is Mary who got the first revelation that we are in a garden. മറിയയാണ് യേശുവിനെ ആദ്യം തോട്ടക്കാരനെന്ന് സംശയിച്ചത്. Mary is the one who first doubted Jesus as a gardener. തോട്ടക്കാരനെന്ന് വിചാരിച്ചാണ് സംസാരിച്ചത്, പക്ഷെ അത് യേശുവാണെന്ന് മനസ്സിലായി. She spoke to him in the pretext of a gardener. ഈ തോട്ടം ടെൻഡ് ചെയ്യുവാൻ, കാവൽ നോക്കാൻ വേണ്ടി ആദ്യം ഒരു മനുഷ്യനെ ആക്കിയിരുന്നു. അയാളുടെ പേരാണ് ആഡം എന്ന് പറയുന്നത്. ആദം അല്ലേ? Adam was appointed to tend the Garden of Eden. പിന്നെ ഈ ഹവ്വായുടെ വന്നു കഴിഞ്ഞപ്പോൾ ആടാം പാടാം എന്നായി പോയത്, അതുകൊണ്ട് അവർ താഴെ വീണത്. So when Eve also came, they took it a little lightly. We could sing and dance, so that's how they fell. എന്നാൽ ഒടുക്കത്തെ ആദം എന്ന് പറയുന്നത് ആടുകയും പാടുകയും എല്ലാം ചെയ്യുന്നവനാണ്, പക്ഷെ ഒരിക്കലും വീഴാത്തവനാണ്. But the last Adam is someone who would dance and sing but would never fall. രണ്ടുപേരും തൊട്ടിട്ട് പറയാം, അവനിലാണ് നമ്മളെ പുനഃസ്ഥാപിച്ചത്. And tell the person next to you, we are restored in him. കാര്യം ഈ ആഡം നോക്കിയപ്പോൾ ഒരു സ്ത്രീയെ, ദൈവം ഒരു സ്ത്രീയെ വാരിൽ നിന്നുണ്ടാക്കിയിരിക്കുന്ന കണ്ടപ്പം പേരിട്ടത് ആദമാന്നാ പറയുന്നത്. When God made a woman out of the rib of the man, it seems like he is the one who named Eve. അപ്പൊ ഇങ്ങനെ വിളിച്ച ഹേ വാ എന്ന് വിളിച്ചതാണ് ഹവ്വ എന്നായി പോയത്. So he called her Hey Wa, and that is how her name became Hawa in Malayalam. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ അത് പറയാൻ ഒക്കത്തില്ല. ഹേ വാ, അപ്പൊ ഹവ്വ എന്ന പേരിട്ടത്. അപ്പൊ ഇപ്പോഴും ഡാനിയൊക്കെ ഇങ്ങനെ ഹേ വാ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ ആരെല്ലൊക്കെ വരും, സൂക്ഷിച്ച് വേണം വിളിക്കാൻ. അതുകൊണ്ട് നമ്മൾ നിൽക്കുന്നത് ഒടുക്കത്തെ ആദമായ യേശു കർത്താവിൽ മഹത്വത്തിന്റെ പരിപൂർണതയിലാണ് നിൽക്കുന്നത്. So we are right now standing in the fullness of glory in the last Adam, Jesus Christ. ആ വാക്കാണ് റോയൽ ഫാമിലിയുടെ പാർട്ടാക്കി നമ്മളെ മാറ്റി. We are part of the royal family. മാത്രമല്ല നമ്മുടെ അകത്ത് റോയൽ ബ്ലഡ് ആണുള്ളത്. And we have the royal blood flowing in us. രാജകീയ രക്തം രാജകീയ കുടുംബത്തിനകത്ത് നമ്മളെ ആക്കി തീർത്തു. We are in the royal family with royal blood flowing in us. അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ മുറുക്കാൻകടയുടെ മുമ്പിൽ നിന്ന് ബീഡിയും വലിച്ചും കൈലി മടക്കി കുത്തി വഴിയെ പോകുന്നവരെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ യോഗ്യതയിലല്ല നമ്മളെ നിർത്തിയിരിക്കുന്നത്. നമ്മൾ വിടണമെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. So we must leave all our casual attitude. മുറുക്കി തുപ്പി ഇങ്ങനെ നീട്ടി ഇങ്ങനെ രണ്ടുപേരിൽ വെച്ച് എൻ്റെ ഇടയിൽ കൂടെ തുപ്പി ഇങ്ങനെ നിൽക്കുന്ന ക്ലാസ് അല്ല നമ്മൾ. We are not a low class people who would stand by the roadside. എല്ലാ ലോ ക്ലാസിനെ ഹൈ ക്ലാസ് ആക്കിയവരായി വരും. God has made all low class people high class people. പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളോടൊക്കെ പറയാ, കണ്ടാലേ അറിയാം ലോ ക്ലാസ്. Tell the person next to you, look like you are a low class person. തറയല്ല, കൂതറയാ എല്ലാം. പക്ഷെ നമ്മളെല്ലാം ഹൈ ക്ലാസ് ആക്കിയവൻ. But God has restored us all into a high class. വായിന്നൊക്കെ വരുന്ന വർത്തമാനങ്ങൾ കേട്ടാൽ തമ്പുരാൻ പോലും സഹിക്കത്തില്ല. പക്ഷെ അതിനെല്ലാം അവൻ എന്താക്കി മാറ്റി, പ്രാർത്ഥനയാക്കി മാറ്റാൻ നമ്മളെ അവൻ ഉപയോഗിച്ചു. Sometimes the words that come out of our mouth, even the Lord cannot stand, but the Lord has turned all of those. ഭയങ്കര ശക്തമായ ഒരു വാക്കാണ് ഈ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. Restoration is a powerful word. അതിന്റെ പൂർണ്ണത മനസ്സിലാക്കണമെങ്കിൽ കുരിശിലേക്ക് നമ്മൾ പോകണം. To understand the fullness of it, you must look to the cross. മാത്രമല്ല ഈ റെസ്റ്റോറേഷന്റെ പുറകിൽ മറ്റൊരു വാക്ക് കിടപ്പുണ്ട്, റിഡംഷൻ. ഇതൊക്കെ നിങ്ങൾ ഈ ചർച്ചയ്ക്കകത്തിരിക്കുന്നവർ പഠിച്ചിട്ടുള്ള വാക്കാണ്, വീണ്ടെടുപ്പ്. Behind restoration there is another word called redemption. ആ റിഡംഷന്റെ അതിന്റെ പരിണിത ഫലമാണ്, അതിന്റെ ആഫ്റ്റർ റിസൾട്ട് ആണ് ഈ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്.
So the after effect of redemption is restoration. നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ യെശയ്യാവ് 46:10 എഴുതിയിരിക്കുന്നത് അവന് കുരിശ് എല്ലാത്തിനും മുമ്പേ കുരിശ് സ്ഥാപിച്ചിരുന്നു. So in Isaiah 46:10 we read he established the cross even before everything was done. എല്ലാം ഉണ്ടാക്കപ്പെടുന്നതിന് മുമ്പേ കുരിശായിരുന്നു സ്ഥാപിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടെടുപ്പ് അവൻ ആദ്യമേ ഒരുക്കിയിരുന്നു. Before the creation he had made a way for our redemption. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു 2 പ്രാവശ്യം മരിച്ചു എന്നുള്ളത് യെശയ്യാവ് 53:9 എഴുതിയിരിക്കുന്ന ഇൻ ഹിസ് ഡെത്ത്സ് എന്നാണ്. സാധാരണ ബൈബിളിലൊന്നും അത് വായിക്കത്തില്ല. അത് ബൈബിൾ പഠനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 2 മരണങ്ങൾ യേശുവിനുണ്ടായത്. In Isaiah 53 we read about deaths, which means there were 2 kind of deaths that Jesus went സാധാരണ through. മരിക്കുന്നവരെല്ലാം അങ്ങ് മരിക്കത്തേ ഉള്ളൂ. എന്നാൽ യേശു 2 മരണമാണ്. ഒന്ന്, അവന്റെ മരണം എന്ന് പറഞ്ഞാൽ താൻ സാഹസമൊന്നും ചെയ്യാതെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതിരുന്നിട്ടും അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കൊടുത്തി, അതാ അവന്റെ സ്പിരിറ്റിൽ അവൻ മരിക്കുന്ന അങ്ങനെയാണ്. The first death is dying with the wicked in his spirit, although he was blameless and faultless. കൊലോസ്യ ലേഖനം, പീറ്ററിന്റെ പത്രോസിന്റെ ലേഖനത്തിനകത്തെല്ലാം ആത്മാവിൽ മരിച്ചതിനെ കുറിച്ച്, പിന്നീട് അവൻ ആത്മാവിൽ ജീവിച്ചു എന്നൊക്കെ പറയുന്ന വാക്കുകൾ നോക്കുമ്പോൾ ആത്മാവിൽ അവൻ മരിച്ചു. He died in the spirit, we read in the epistles. അതാണ് ഈ ദുഷ്ടന്മാരോട് എന്ന് വെച്ചാൽ അവിടെ ശവക്കൂടി അവന് കൊടുക്കുകയായിരുന്നു. ദുഷ്ടന്മാരോട് കൂടി ഒരു മരണം, ആത്മാവിന്റെ മരണം. There was one death with the wicked, that is the death in his spirit. പിന്നെ ഒന്ന് ശാരീരിക മരണമാ. സമ്പന്നതയുടെ അടക്കം അവൻ ലഭിച്ചു. അരിമത്യ ജോസഫിന്റെ തനിക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഏറ്റവും നല്ല വില കൂടിയിരിക്കുന്ന അവസ്ഥയിൽ അവനെ ശരീരം കൊണ്ട് അടക്കി. സമ്പന്നന്മാരോടുകൂടെ അവനെ മരണത്തിലാക്കി. That is the second death is his physical death. With the rich he was at the death because Joseph of Arimathea took his body, covered and put him. എന്തിനാണ് യേശു ആത്മാവിൽ മരിച്ചത്? Why was Jesus ആത്മാവിൽ മരിച്ചത് കൊണ്ടാണ് അവന് ഉയർന്നു വരാൻ കഴിയാത്ത അവസ്ഥയിലോട്ട് അവൻ താണുപോയത്. അതാ അവന് ദാസൻ വേഷം ധരിച്ച് എല്ലാവരെക്കാളും താഴോട്ട് ഇറങ്ങിപ്പോയി അവന് കയറി വരാൻ വയ്യാത്തൊരവസ്ഥയിലിരിക്കുകയായിരുന്നു. Because of his death in the spirit, he went below everyone else and he was in a place where he could not come up. അതായത് ഹെയ്റ്റ്സ് എന്നല്ലേ, പാതാളം എന്നല്ലേ, ശവക്കുഴി എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും താണ അവസ്ഥയിൽ അവന്റെ ആത്മാവ് ഇറങ്ങിപ്പോവുകയാണ്. He went to the lowest place or the Hades in spirit. ആ ആത്മാവ് അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ എന്താ സംഭവിക്കുന്നൂടെ നമ്മൾ മനസ്സിലാക്കണം. മാനവകുലത്തിന്റെ പാപം, രോഗം, ശാപം, ദാരിദ്ര്യം എല്ലാം അവൻ എടുത്തോണ്ട് അവിടെ ചെന്ന് ഇല്ലാതാക്കി, നിർവീര്യമാക്കി, ഡിഫ്യൂസ് ചെയ്തു. We must understand what he did through this kind of death. He took all of mankind's sins, sickness, curses and poverty and nullified it in that place. ഇനി അതിന് ഉയർന്നു വരാൻ പറ്റാത്ത രീതിയിൽ അവനോടൊപ്പം ഇല്ലാതാക്കപ്പെടുക. To a place where it can never come up, he made it he defeated it. ഇത് യേശുവിന് അറിയാവുന്നതുകൊണ്ടാണ് യേശു വലിയ സങ്കടം ഉണ്ടാകുന്നത്. വെച്ചാൽ പിതാവിനോടുള്ള കൂട്ടായ്മയിൽ നിന്ന് അടുത്ത 72 മണിക്കൂർ വേറിട്ട് പോകണം, ആ ഫെലോഷിപ്പ് കട്ട് ചെയ്ത് പോകണം. അത് സഹിക്കാൻ പറ്റ കാര്യം അനാദികാലം മുതൽ ഒന്നിച്ചിരിക്കുന്നവരാ. ആ ഒന്നിച്ചിരിക്കുന്ന പിതാവിൽ നിന്ന് പുത്രൻ വേർപെട്ടു പോകണം. അത് യേശുവിന് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഗെത്സമന തോട്ടത്തിലൊക്കെ തൻ്റെ പ്രാർത്ഥനാ സമയത്ത് വേർപ്പുതുള്ളിക്ക് പകരം രക്തത്തുള്ളികൾ വന്നത്. പ്രഷർ, അത്രയ്ക്ക് വലിയ പ്രഷറായിരുന്നു അകത്ത്. Jesus knew that he was going to be separated from his father with whom he was there from eternity for 72 hours. There would be a separation. That is why he was grieving. And in the Garden of Gethsemane, his sweat drops became like blood drops out of the pressure in his body. യേശു മരക്കുരിശിൽ പരാജിതനാകിയല്ലായിരുന്നു. യേശു മരക്കുരിശിൽ സകലതിന്റെ മേലും ജയം പ്രാപിക്കുകയായിരുന്നു. Jesus was not defeated on the cross. Jesus was taking victory over everything on the cross. അടുത്തൊരു വാക്കാണ്, ഈ ജയം ഉണ്ടായതിനു ശേഷം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് പുനരുത്ഥാനം. അവന് ഈ കിടക്കുന്ന താണവസ്ഥയിൽ നിന്ന് അവന് ഉയർന്നു വന്നേ പറ്റത്തുള്ളൂ. അവനെ എന്തോ ചെയ്യണം? റിസറക്റ്റീവ് പവർ ചെന്ന്, പിതാവായ ദൈവത്തിന്റെ ശക്തി ഇറങ്ങിച്ചെന്ന്, പുനരുത്ഥാനത്തിന്റെ ശക്തി ഇറങ്ങിച്ചെന്ന് അവനെ ഉയർത്തിക്കൊണ്ടുവരണം. After he went down to the Hades, the resurrection power of the Father should raise him up. അങ്ങനെ ഉയർത്തിക്കൊണ്ടു വന്നപ്പോഴാണ് അവന്റെ പേര് എല്ലാ നാമത്തിലും മേലായ നാമമായി മാറിയത്. And that is when his name became a name above all other names. വലിയൊരു പ്രോസസ്സ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇതിന്റെ പുറകെ നടന്നെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്.
We must understand a big process went behind our redemption. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അവന്റെ നാമത്തെ എന്താ വാക്യം? ഫിലിപ്പിയർ 2:10 വാക്യത്തിൽ എഴുതിക്കുന്ന എല്ലാ നാമത്തിലും മേലായ നാമമായി മാറ്റിയപ്പോൾ സകല മുഴങ്കാലുകളും സ്വർലോകത്തിലെയും ഭൂലോകത്തിലെയും അധോലോകത്തിലെയും എല്ലാ നാമവും അവന്റെ നാമത്തിന്റെ കീഴിലാണ്. When he lifted his name above every other name, in Philippians 2:10 we read that every knee shall bow before him, both in heaven and on earth and below. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിദ്വേഷം യേശുവിന്റെ നാമത്തിന്റെ കീഴിൽ കൊണ്ടുവരണം. That is why hatred should come under the name of Jesus. ചുമ ഒരു നാമമാ, അത് യേശുവിന്റെ നാമത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ അറിയാമോ? അതുകൊണ്ടാണ് ചുമച്ചോണ്ടിരിക്കുന്നത്. Even cough and all kinds of sickness should come under the name of Jesus. ചുമയും പനിയും ഒക്കെ നോക്കിയാൽ വലിയ മാരകമായ അസുഖം, ക്യാൻസർ പോലെ അസുഖങ്ങളൊന്നും അല്ല. പക്ഷെ അതുണ്ടല്ലോ നമ്മളെ വലച്ചുകളെ. Cough and fever are not big kind of sicknesses like cancer, but this thing can really put us down. 2 ദിവസം അടുപ്പിച്ച് ചുമച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ചുമയ്ക്ക് പേരിടും. If you cough for 2 continuous days, we give a name to that cough. അതിന് നമ്മൾ അതിന്റെ മുമ്പിൽ ഇനീഷ്യൽ ഇടും, പി എന്നൊക്കെ ചേർക്കും. പന്നച്ചുമ, പരട്ടച്ചുമ, പേട്ടുചുമ അല്ലേ? നമ്മൾ തന്നെ ഇതിനെല്ലാം പേരുകളിട്ട് അതിനെ എക്സോൾട്ട് ചെയ്യാൻ ശ്രമിക്കുക. We try to give names to these kind of coughs like bad cough, യേശുവിന്റെ terrible cough, and നാമത്തിൽ exalt it. ഈ ചുമയെ നിന്റെ നാമത്തിൻ കീഴിൽ കൊണ്ടുവരുന്നു എന്ന് ഒറ്റപ്രാവശ്യം പറഞ്ഞാൽ മതി, ചുമ അതിന്റെ പാട്ടരും. But the moment you bring this cough under the name of Jesus, it will go away. അതിനെ ഈ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഞാൻ ശാന്തമായി നിന്ന് പറയുന്നത്, ഒത്തിരി ഇപ്പൊ സമയത്തൊക്കെ അസുഖങ്ങളുള്ള സമയമാണെങ്കിൽ അതിന്റെ മുകളിലാണ് നീ നിൽക്കുന്നതെന്ന് ഉറപ്പാക്കിക്കോണം. I exalt you by encourage you by saying this, because we are in a time of various kinds of sicknesses. We must bring them under the name of Jesus. അപ്പൊ നമ്മൾ ചർച്ച വരാതിരിക്കാൻ നോക്കും. You try to abstain from church. ചുമയാ പാസ്റ്റർ, ചർച്ചിലിരുന്ന് ചുമച്ച മറ്റുള്ളവർക്ക് അത് അവിടെ അതിനെയാണ് നമ്മൾ പുറത്താക്കേണ്ടത്. If I cough at church, it might be a disturbance to others. ഈ ഉറക്കമില്ലായ്മ, ക്ഷീണങ്ങൾ, ഇങ്ങനത്തെയുള്ള എല്ലാ പേരുകളും നമ്മൾ എവിടെ കൊണ്ടുവരണം? യേശു എന്ന നാമത്തിന്റെ കീഴിൽ കൊണ്ടുവരണം. Sleeplessness and tiredness, we must bring all these things under the name of Jesus. ഹല്ലേലൂയ, Hallelujah. അതിനുവേണ്ടിയാണ് യേശു തന്റെ റിസറക്റ്റീവ് പവർ ചെന്നിട്ട് നമുക്കൊന്ന് നോക്കാം ആ ഭാഗം. ഇതൊന്നും ഞാൻ പറയാൻ വേണ്ടി വന്നല്ലെങ്കിലും നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഞാൻ ഏതാണ്ടൊക്കെ അങ്ങ് പറഞ്ഞു പോകും. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ 8-ാം അധ്യായം നന്നായി വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് വായിച്ച് പഠിക്കണമെന്ന് അതിനാ പറയുന്നത്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച്, നിങ്ങളതൊക്കെ ശ്രദ്ധിച്ചു നോക്കണം. ആ വാക്ക് തന്നെ ഇതിനകത്ത് തന്നെ വലിയൊരു മെസ്സേജായി ഈ 11-12 വാക്യത്തിനകത്ത് കിടക്കുന്നത്. പറഞ്ഞാലും തീരാത്ത വലിയ ആശയങ്ങൾ കിടക്കുന്നത്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ. അപ്പൊ യേശു എന്നുള്ളിടത്ത് നിങ്ങൾ ഒരു വര വരയ്ക്കുക, അണ്ടർലൈൻ ചെയ്യുക. യേശുവിനെ വരച്ചോ? മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. അപ്പൊ അത് 2-ാമത്തെ ആള് അല്ലേ? നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ അതാരാണ്? അതാ പിതാവായ ദൈവം. ഇപ്പൊ നോക്കിയേ, ട്രിനിറ്റിയെ നിങ്ങൾ കണ്ടോ? തൃത്വ ദൈവത്തെ അവിടെ കണ്ടോ? ഈ വാക്യത്തിനകത്ത് കിടപ്പുണ്ട്. തൃത്വ ആരാധനയാണെങ്കിൽ മനസ്സിലാക്കണം, ഇതിനകത്ത് തൃത്വം ഇരിക്കുകയാണ്. നമ്മളിത് വായിച്ചു പോകുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ആ ബോധ്യം വന്നുവെങ്കിൽ ബോധ്യം വരാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പിന്നെ ഇതിന് ചുമ്മാ ഉറങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ബോധ്യം വന്നുവെങ്കിൽ ക്രിസ്തയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. If you have the right understanding, the spirit of him who raised Jesus up from the dead dwells in you. The same resurrection spirit will raise your mortal bodies from death. ഇതിനാ ഞാൻ പറയുന്നത്, ഉണർന്ന് സുബോധമുള്ളവരായി ഇരുന്നാലേ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. That is why you must be awake and have the right understanding to live. നമുക്ക് പലപ്പോഴും കാലേബ് യോശുവയെ നോക്കുന്ന പറഞ്ഞേ, കാലേബിന് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. കാലേബിന് ഇഷ്ടപ്പെട്ടൊരു കാര്യമില്ല, യോശുവയുടെ സ്പിരിറ്റ് വരാൻ നമ്മൾ ആഗ്രഹിക്കണം. When you look at Caleb and Joshua, you think that you like Caleb, you must desire Joshua's spirit. ഒരു മല പിടിച്ചിട്ട് മലയും കൊണ്ടിരിക്കാനല്ല നിന്റെ വിളി. നീ സാന്നിധ്യം എവിടെ ഉണ്ട് അവിടെ എല്ലാവരുടെ കൂടെ പോകാനാ നിന്നെ വിളിച്ചിരിക്കുന്നു. You are not limited to just conquering a mountain, but wherever there is presence of God, you are called to go behind it. കേലബെന്ന് പിള്ളേർക്കൊക്കെ പേരിടും. ഒത്തിരി പേർക്ക് കാലേബാരി നിലത്തടിക്കുമെന്ന് അറിയത്തില്ല, കാലേബെന്ന് പേരുണ്ട്. Many kids have the name Caleb.
അപ്പൊ ഇത് കേലബ് ഒരു വലിയ ഒരു വിഷയമാണെങ്കിൽ പോലും ശ്രദ്ധിച്ചു നോക്കി, ഒരു മല കൊണ്ട് ഒതുങ്ങാനല്ല എന്നെ നിന്നെ വിളിച്ചത്. God did not call us to be confined to conquering a mountain. സാന്നിധ്യം എവിടെയുണ്ട്, സാന്നിധ്യത്തിന്റെ പിന്നാലെ പോകാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചത്. We are called to go behind the presence of God. അതുകൊണ്ടാ പറഞ്ഞ അങ്ങനെയുള്ളവൻ നമ്മുടെ അകത്ത് ഇരിക്കുന്നു നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മരണചിന്തയല്ല വരുന്നത്. ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയുന്നത്, യേശു കർത്താവ് മരിച്ചാൽ എവിടെ പോകുക നല്ല ചിന്തിച്ചത്, ഞാനിപ്പം തന്നെ ഇങ്ങനല്ലേ ഇരിക്കുന്നത്. ഈ പറഞ്ഞ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആരോ കൂടെ ഇരിക്കുന്നത്, നിങ്ങളുടെ ആരോ കൂടെ ഇരിക്കുന്നത്. ഈ ബോധ്യപ്പെടലില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആശങ്കകൾ പെട്ടെന്ന് വരുന്നത്. Because we don't have the right understanding about the resurrection power, we get anxious. ഈ തിന്മയായത് വന്നാൽ പോലും തിന്മയെ നന്മയാക്കുന്നവനാണ് നമ്മുടെ ദൈവം. Even if something evil comes, he turns the evil for good. മനസ്സിലാകുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഭയങ്കര കുഴപ്പമാണെന്ന് വിചാരിക്കില്ല. ആ കുഴപ്പത്തിനകത്തൂടെ അവന്റെ മഹത്വം വെളിപ്പെടുത്തും. Even through that, God will reveal His glory. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ വാക്യം വായിക്കാം, മനസ്സിലാക്കാം. To understand, we must understand this verse. അടുത്ത വാക്യം നോക്കിയ 12ാമത്തെ വാക്യം. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ, നമ്മളിപ്പോ ഈ ഫ്ലഷിനകത്തല്ല നടക്കേണ്ടത്. We should not walk in the flesh. അപ്പൊ എനിക്ക് തോന്നി, നമ്മൾ തോന്നി ഒത്തിരി തീരുമാനം എടുക്കാൻ. നിന്റെ തോന്നലിന്റെ തീരുമാനം അല്ല വേണ്ടത്. ദൈവാത്മാവ് വചനത്തിൽ കൂടെ ഇന്ന് തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഒരു പ്രവാചകനാണ്, നിങ്ങൾ വിശ്വസിക്കണം. കാര്യം പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിളിച്ച് ഓ ഓ ഓ ഓ മനെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ പ്രവാചകനാണ് നമുക്ക് വലിയ ഇഷ്ടം. അതല്ല, ഇപ്പോൾ ഈ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ വേർഡ് ഓഫ് ഗോഡിനകത്തൂടെ നിനക്കുള്ള പ്രവചനം വന്നിരിക്കും. We are not called to live according to the flesh. You are called to live according to the Spirit. പിടിച്ചെടുത്തിട്ട് കുണം പിടിക്കാൻ ശ്രമിക്കണം. Even through my message, the prophetic word for you will come. നിങ്ങളൊക്കെ പലതും കാണുന്നതുകൊണ്ട് വിചാരിക്കും പാസ്റ്റർ ഒറിജിനൽ പുള്ളിയാണെങ്കിൽ പുള്ളി ഇന്ന് എന്നോട് എൻ്റെ പേര് വിളിച്ച് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് കാണുമായിരിക്കും ഇതിനകത്ത്. Maybe you want to test me and see if I'm original, if I call your name or not. എനിക്ക് പേര് വിളിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ട്, വിനോദം എന്ന് വിളിക്കാനോ രഞ്ജമോനെ എന്ന് വിളിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് have any problem calling all your names because I know your names. ഇതിനകത്തൊന്നും അല്ല കാര്യം. അതിന്റെ അപ്പുറത്തായി വേർഡ് ഓഫ് ഗോഡിനകത്ത്, ദൈവവചന ശുശ്രൂഷയ്ക്കകത്തൂടെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കും. Through the word of God, God's Spirit will speak to you. അപ്പൊ അതിലേക്കാണ്. അപ്പോഴാണ് നമ്മുടെ ജഡികമായ ചിന്തകളെ നമ്മൾ വിടണം. Leave all fleshly thoughts. സെക്യുലർ എഡ്യൂക്കേഷനിൽ കിട്ടിയിരിക്കുന്ന അറിവുകൾ, ആരാണ്ടാന്നുള്ള ചിന്ത, ഇതൊക്കെ വിട്ടിട്ട് കർത്താവേ, ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ വിചാരിച്ചോണം, കർത്താവെ ആദ്യമായിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇരിക്കും, കർത്താവെ ഈ വചന ശുശ്രൂഷിക്കാത്തോട് നീ എന്നോട് സംസാരിക്കണമേ. If you have come here for the first time, we must speak. Tell the Lord, speak to me through this 20 വർഷമായിട്ട് ഇരിക്കുന്നവരും ഉണ്ട് ഇതിനകത്ത്. There are people who are here for 20 years. അവർ വിചാരിക്കും എനിക്കിപ്പോൾ എന്തോ അറിയാം, വാഷിൻ്റെ കൂട്ടിരുന്ന് ഇത്രയും നാളെ ഞാനെല്ലാം മൊത്തം പഠിച്ചിരിക്കും. അങ്ങനെയല്ല ചിന്തിക്കേണ്ട. കർത്താവ് ഇന്നുള്ളത് എനിക്ക് ഇന്ന് നീ തരും. അന്നന്നത്തേക്കുള്ള ആഹാരം ലഭിക്കണമെന്നല്ലേ പ്രാർത്ഥന. We must pray that Lord, what I need for today I must receive it today. നമുക്ക് തോന്നും എല്ലാം അറിയാമെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ളത് കർത്താവെ നീ എനിക്ക് തരണം. We might think that we know everything, but what I need for today, I need it. അപ്പോൾ ഇത് ഈ ദൈവാത്മാവും പിതാവായ ദൈവവും യേശു കർത്താവ് പുത്രനാകുന്ന ദൈവവും നമ്മളിൽ എപ്പോഴും ആഗ്രഹത്തോടെ നോക്കിയിരിക്കുന്നവരവര്. The Father and the Son are looking to us, looking forward to, expecting something from us. അതിപ്പോഴല്ല നോക്കാൻ തുടങ്ങി, നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ തൊട്ടേ നമ്മളെ ഇങ്ങനെ ശ്രദ്ധയോടെ കണ്ടോണ്ടിരുന്നവരാ. Even before we were born, they've been looking at us carefully. അവിടെയാണ് ഈ പറയുന്ന റിഡംഷനും റെസ്റ്റോറേഷനും അവർ പ്ലാൻ ചെയ്തത്. That is where they planned our redemption. അപ്പോൾ ആദാമിന്റെ സ്ഥിതിയിലോട്ടല്ല നമ്മളെ പുനഃസ്ഥാപിച്ചു വെച്ചത്. So we are not restored back to Adam's state. പക്ഷെ എവിടോട്ടാണ് ആക്കി വെച്ചിരിക്കുന്നത്? പുത്രന്റെ സ്റ്റാൻഡേർഡിലുള്ള പിതാവായ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലോട്ട് നമ്മളെ റെസ്റ്റോർ ചെയ്തു. Restored to the standard of the Father. അപ്പൊ ഈ റെസ്റ്റോറേഷൻ ഇൻ ഗ്ലോറി എന്ന് പറയുന്ന മഹത്വത്തിലുള്ള പുനഃസ്ഥാപനം എന്ന് പറയുന്ന ഒരു ശക്തമായ വാക്കാണ്. It is a powerful word. അപ്പൊ ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെയും അതുപോലെ തന്നെ മഹത്വത്തിന്റെയും പരിവർത്തന ശക്തിയെ ഉൾക്കൊള്ളുന്ന അഗാധമായ ഒരു കൺസെപ്റ്റാണ്, ഒരു ഭയങ്കര ഒരു ആശയമാണ്. Actually a profound concept which encompasses the transformative power of God's presence and glory. സാന്നിധ്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം, മഹത്വം എന്ന് പറയുന്നതിനകത്തൊരു
ഒരു വലിയ ശക്തി ഇരിപ്പുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വത്തിനകത്ത് ഒരു ഭയങ്കര ശക്തി ഇരിപ്പുണ്ട്. ശക്തി. In God's presence and God's glory, there is great power. ആ ശക്തി എന്തോ ചെയ്യും? ആ ശക്തി നമ്മളിൽ ട്രാൻസ്ഫോർമേഷൻസ് വരുത്തണം, പരിവർത്തനങ്ങൾ വരുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God desires that this power should bring about transformation in ഞാൻ us. ഒന്നുകൂടെ പറയാം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്തും മഹത്വത്തിനകത്തും നമ്മളെ മാറ്റാൻ കഴിയുന്ന ഒരു ശക്തി ഇരിപ്പുണ്ട്. In God's presence and God's glory, there is a power that can change us. നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന ഒരു ശക്തി ഇരിക്കുന്നത് കൊണ്ട് ദൈവം അതുകൊണ്ടാണ് ഈ റെസ്റ്റോറേഷൻ വെച്ചിരിക്കുന്നത്. റെസ്റ്റോറേഷൻ നടക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അതേ ആശയത്തിനകത്ത് എത്തിച്ചേരുകയാണ്. So when restoration happens, we are being changed into God's original plan. That is what I said. It is a profound concept. എന്താ പറഞ്ഞാൽ ഇത്ര ശക്തമായിരിക്കുന്ന ഒരു ആശയം വേറെയില്ല. There is no other profound concept like നമ്മൾ എവിടെ this. നിന്ന്? നാശത്തിൽ നിന്നാണ് പുനഃസ്ഥാപിച്ചത്. From ruin to the transformation അല്ലെങ്കിൽ restoration. We are restored from our ruins. നോക്കിയേ, പാപത്തിന്റെ ഫലമായി മാനവരാശി വീണു പോയെങ്കിൽ, അതാ വേദപുസ്തകത്തിനകത്ത് 3-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നെങ്കിൽ, അവിടെ അവർക്ക് നഷ്ടമായതിനെക്കുറിച്ച് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക. ഉൽപ്പത്തി 3 വായിച്ചാൽ നമുക്കത് മനസ്സിലാകത്തില്ല. റോമർ 3-ന്റെ 23 എഴുതിയിരിക്കുന്നത് എല്ലാവരും, ഒരാൾ പോലും ഇല്ല, എല്ലാവരും ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്ന് അതെല്ലാം ഇല്ലാത്തവരായി തീർന്നു. In Romans 3:23 we read that all have sinned and fallen short of the glory of God. എല്ലാവർക്കും പോയി, ആരുമില്ല. അപ്പൊ അങ്ങനെ പോയ ഒരു മാനവ കുലത്തെയാണ് പുത്രനെ അയച്ച്, അല്ലെങ്കിൽ യേശു കർത്താവ് വന്നിട്ട് യേശു കർത്താവിൽ നമ്മളെ പുനഃസ്ഥാപിച്ചത്. To such people God sent his own son and restored us. അത് ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതി അവനുമായിട്ടുള്ള ശരിയായ ബന്ധത്തെ നമുക്ക് ഉറപ്പിക്കുകയായിരുന്നു. So the redemption plan of God is reinforcing our original relationship with him. അബ്രഹാം വിളിച്ച പോലല്ല നമ്മൾ ദൈവത്തെ വിളിക്കേണ്ടത്. So we shouldn't call God like how മോശ Abraham വിളിച്ചതുപോലെ, called. പഴയ നിയമത്തിനകത്ത് ആരും വിളിച്ചതുപോലെ അല്ല വിളിക്കേണ്ടത്. Not like anyone who called God in the Old നമ്മുടെ Testament. ആ വിളിയുടെ സ്റ്റാൻഡേർഡ് യേശു കാണിച്ചത് സ്വർഗത്തിലിരിക്കുന്ന പിതാവേ. യേശു അല്ലേ പറഞ്ഞത്? Jesus taught us. യേശു കൊടുങ്ങല്ലൂരെ തെറിയൊന്നും അല്ലല്ലോ പറഞ്ഞത്. Jesus did not tell any bad words. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, Our Father who അവിടുത്തെ art in തിരുനാമം heaven. വിശുദ്ധീകരിക്കാൻ. നല്ലൊരു പ്രാർത്ഥനയല്ലേ അത്? പ്രാർത്ഥിക്കുമ്പം സൂക്ഷിച്ചു കണ്ണൂരിട്ടി നോക്കുക, നീ ആരാടാ ഇത് പറയാനെന്ന്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ഓർത്തോണം. We are living in such times. അപ്പൊ ദൈവത്തിന്റെ മഹത്വവും പുനഃസ്ഥാപനവും പഴയ നിയമത്തിനകത്ത് എങ്ങനെ ഇരിക്കുന്നു ആ രീതിയിലേ അല്ല പുതിയ നിയമത്തിൽ കാണുന്നത്. So God's restoration, redemption is entirely different in the New Testament. പഴയ നിയമത്തിനകത്ത് ഇപ്പം മോശയെ ശ്രദ്ധിച്ച് നമുക്കറിയാം. എക്സോഡസ്, പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, അവിടെ വായിച്ചാൽ ഇങ്ങനെ കാണുന്നത്. പുറപ്പാട് പുസ്തകം 24-17. Exodus 24:17. കർത്താവിന്റെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. നിങ്ങൾ കണ്ടില്ലേ കർത്താവിന്റെ മഹത്വം എങ്ങനെ കണ്ടത് അവര്? അപ്പൊ അവരെന്തോ ആയിരിക്കും പറഞ്ഞത്? ഉയ്യോ വേണ്ട എന്നാ പറഞ്ഞത്. ഇത് അങ്ങോട്ട് മലയുടെ അടുത്തൊന്നും പോകാനൊക്കത്തില്ല. കാര്യം കന്നുകാലിയാട്ടെ മനുഷ്യരാട്ടെ ഒന്നും അടുക്കാൻ പാടില്ല. മഹത്വം ഇറങ്ങിയപ്പോ എന്തുവാ? കത്തുന്നത് പോലെ തോന്നി. In the Old Testament, people saw the glory of God as a consuming fire on top of the mountain, which means nothing could go near the mountain lest they perish. അപ്പൊ അതുകൊണ്ടാണ് ഈ പുതിയ നിയമത്തിനകത്തും പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഈ തീയെ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇവർ ഇരിക്കുന്നവരെല്ലാം പഴയ നിയമത്തിന്റെ ആൾക്കാരാ. പത്രോസ് ചേട്ടൻ ഉൾപ്പെടെ ബാക്കിയല്ല. തീ കണ്ടില്ല ഇവർക്ക് മനസ്സിലാകത്തില്ല. So even Peter and others were people of the Old Testament. When they saw fire, they viewed it in that sense. അപ്പൊ തീ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് ഓടിപ്പോയോ? Did they run away when they saw fire? അവർക്കൊരു കാര്യം മനസ്സിലായി, പഴയ നിയമത്തിൽ കണ്ട പോലുള്ള തീയല്ല ഇത്, നമ്മളെ ശക്തീകരിക്കുന്ന തീയാണ് മനസ്സിലായി. But they understood this is not the fire as in Old Testament. This is a fire that will ഇന്നിപ്പോ strengthen ഇവിടെ us. ഇരിക്കുമ്പോ എന്നാ തീ കാണാത്ത? നമ്മൾ കാണത്തില്ല. കാര്യം നമുക്ക് ആരെല്ലാം തല തീ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പറയും അതാണ് ഭൂതം പിടിച്ചവനാന്ന് പറയും. Why are we not seeing the fire today? അല്ലെങ്കിൽ പറയാം പിന്നെ അയാൾ തന്നെ തീ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഉടനെ ഫയർഫോഴ്സിനെ വിളിക്കും. ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് തീ കെടുത്താൻ പറയും. അതുകൊണ്ട് പുള്ളിയുടെ തലയിരുന്ന് കത്തുന്നു പറയും അല്ലേ? അവരങ്ങനല്ല. അതുകൊണ്ട് അവർ
നമ്മളിപ്പോൾ എത്ര പേരുണ്ട്? ഇത്രയും പേരുടെ മനസ്സിനകത്ത് ഇപ്പം എന്നോട് ദേഷ്യമുള്ളവരുണ്ട്, അപ്പുറത്ത് ഇരിക്കുന്നവരോട് ദേഷ്യമുള്ളവരുണ്ട്, പറയുന്ന ഇഷ്ടപ്പെടാത്തവരുണ്ട്. അങ്ങനെയല്ല അവരിരുന്നല്ലോ ഏക മനസ്സോടുകൂടിയായിരുന്നു. In the New Testament, they all sat together in one accord. ഞാൻ പറയുന്നതിന് മാർക്കിടാനിരിക്കുന്നവരൊക്കെ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. Maybe there are people here to judge ഒരു me. കാര്യം നമ്മൾ വിചാരിച്ചോണം, ഏക മനസ്സോടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റയടിക്കാൻ കേൾക്കും. If we all come with one mind, we will all go up together. ഒരു കാര്യം എപ്പോഴും ഉറപ്പായിക്കണം, നമ്മുടെ ഈ യാത്ര എന്ന് പറയുന്നത് മഹത്വത്തിന്റെ അന്വേഷണത്തിനകത്തായതുകൊണ്ട് കർത്താവിന്റെ കൃപ ധാരാളമായി നമ്മുടെ മേൽ ചൊരിയപ്പെടുമെന്ന് വിശ്വസിച്ചോണം. And because our journey is in this glory, God's glory will be greatly revealed. യെശയ്യാവ് 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അവിടെ ഇരിക്കുന്ന പിള്ളേരെയൊക്കെ ഒന്ന് ശാന്തമാക്കി ഇരുത്തണം. അവിടെ ഇരിക്കുന്നവര് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സർവഭൂമിയും അവന്റെ എങ്ങനെ ഇരിക്കുന്ന ഭൂമിയല്ല എങ്ങനെ ഇരിക്കുന്നത്? ഇതാരേ ഈ പറയുന്നത്? ചാക്കോച്ചാൻ ബേബിച്ചാനോട് പറഞ്ഞതാണോ? ആരോട് പറഞ്ഞതാ? വേദം വായിക്കാതെ എങ്ങനെ പറയുന്നത്? ഇത് നിൽക്കുന്നത് സാറാഫുകൾ സംസാരിക്കുന്ന അല്ലേ? 6 ചിറകുകൾ ഉള്ളവരാണിവർ. 6 ചിറകിനകത്ത് 2 ചിറക് അവരുടെ കണ്ണു മൂടാൻ. കാര്യം ഈ മഹത്വത്തിലേക്ക് അവർക്ക് ഡയറക്റ്റ് നോക്കാൻ ഒക്കത്തില്ല. ഇപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഡയറക്റ്റ് നോക്കുന്നത് പോലെ നോക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് മുഖം മൂടി 2 കൊണ്ട് പാദം മൂടി. കാര്യം ദൈവസന്നിധിയിൽ ആ പാദം മൂടിയെ നിൽക്കാൻ ഒക്കത്തുള്ളൂ. പിന്നെ 2 ചിറകുകൾ കൊണ്ട് പറന്ന് നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട്, ഇപ്പം ഞങ്ങൾ 2 പേരും ഇങ്ങനെ ചിറക് മൂടി നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടായി പറയുന്നത്. ഒരുത്തൻ മറ്റൊരുവനോട് പറയുകയാണ്, അയ്യോ ഇവൻ ആരാ? പരിശുദ്ധനായ ദൈവം. In Isaiah 6 we read about the seraphims who are standing before the presence of God. With 2 wings they are covering their eyes, with 2 they are covering their feet, and 2 they are flying, and they are telling each other, holy, holy, holy is the Lord of hosts. The whole earth is full of his glory. സർവഭൂമി അവർ തമ്മിൽ പറയാം. അവർക്ക് നോക്കുമ്പോൾ കാണാം സർവഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുക. And they can see the whole earth filling with the glory of God. എന്നെങ്ങനെ പറഞ്ഞു? ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലല്ല അവര് പറഞ്ഞത്. They did not say like how we do. നമുക്ക് മഹത്വം എന്തോ ആന്നല്ലോ, ഇതൊക്കെ എത്ര കണ്ടതാന്നുള്ളത്. നമ്മുടെ ഈ മനോഭാവമാണ് നമ്മളെ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, പുതിയത് ലഭിക്കാൻ നമ്മളെ സഹായിക്കാതെ. മലയാളി മനോഭാവം ഉണ്ട് ഇതിനകത്ത്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ മലയാളിയാണോ? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ മലയാളിയാണോ? എങ്കിൽ താങ്കൾ തീർച്ചയായിട്ടും ഒരു കൊലയാളിയായിരിക്കും. മലയാളി ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്തോ നമുക്കറിയാൻ പറ്റത്ത്. 1942 ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നൊക്കെ പറഞ്ഞോളെ. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ. ആ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് ഇത്രയും AD 52 ഇവിടെ തോമസ് വന്നത്. ഇപ്പോഴും ഇങ്ങനെ കുഞ്ഞും കുത്തി ഇങ്ങനെ കിടക്കുന്നതിൻ്റെ കാര്യം ഈ ആറ്റിറ്റ്യൂഡാണ്. ദൈവസഭയ്ക്കകത്ത് പോലും ഒരു പ്രസരിപ്പില്ലാതെ നിന്ന് പോവുക. There is no energy in the presence of God even. ഇവിടെ ഈ പറയുന്ന മഹത്വം എന്ന് പറയുന്നത് സാറാഫുകൾക്ക് ഇത് അതിശയമോ? അവര് നോക്കിയിട്ട് ആർത്തു പറയുകയാണ്, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുക. The seraphims are excited to see this glory that is filling the whole earth. Hallelujah. Hallelujah. ഈ ദൈവ മഹത്വത്തിനകത്താണ് രൂപാന്തരങ്ങൾ സംഭവിക്കത്തുള്ളൂ. It is in his glory that transformation happens. എടുത്താലും ദൈവമഹത്വം നമ്മളിൽ പ്രവർത്തിക്കുവാൻ അനുവദിക്കുന്നില്ലെങ്കിൽ, അതുകൊണ്ടൊക്കെയാണ് പൗലോസ് പറയുന്ന കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നു. വി ആർ പ്രീ ഓർഡൈൻഡ് മുൻ നിയമിച്ചിരിക്കുകയാണ് നമ്മൾ. എന്തിനു വേണ്ടി? കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. വരും ദിവസങ്ങളിൽ അത് കാണാൻ വേണ്ടിയാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. That is why Paul says that we are predestined for the praise of his glory. പറഞ്ഞേ, ദൈവമഹത്വത്തിലാണ് രൂപാന്തരം. ഒരു വ്യക്തിയുടെ മാറ്റം സംഭവിക്കുന്ന മഹത്വത്തിനകത്ത് മാറ്റം സംഭവിക്കും. A person's change happens in glory. നിങ്ങൾ ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന സാധനത്തിന്റെ പേരെന്താ? ഇതിനകത്തിരിക്കുന്ന ഗ്രീൻ ടീ. ആ ടീ എങ്ങനെ? എനിക്കിപ്പം ഗ്രീൻ ടീ കുടിക്കണം. എങ്ങനെ വരണം ഈ ഗ്രീൻ ടീ? ഇപ്പം ഷിൻഡോയുടെ വായിക്കകത്ത് ഗ്രീൻ ടീ എടുത്ത് വെച്ച് ബാപ്പു ഇന്ന് പറഞ്ഞാൽ എൻ്റെ വായിക്കകത്തോട്ട് തുപ്പിത്തരാൻ പറ്റൂ? മാന്യമായ രീതിയിൽ എങ്ങനെ ആയിരുന്നു? ഒരു ഗ്ലാസ്സിനകത്ത് ഇത് കൊണ്ടു തരുമോ അല്ലേ? അപ്പം ഈ ഗ്ലാസ്സിനകത്ത് ഇരിക്കുന്ന ഗ്ലാസ്സാണോ ഞാൻ കഴിക്കുന്നത്? ഗ്ലാസ്സിനകത്ത് ഇരിക്കുന്നതാണോ കഴിക്കുന്നത്? മനസ്സിലാകാൻ വേണ്ടി ഗ്ലാസ്സിനകത്ത് ഇരിക്കുന്നതല്ലേ എനിക്ക് വേണ്ടിയത്. അപ്പം ഈ ഗ്ലാസ്സിനകത്ത് ഇരിക്കുന്ന പോലൊരു കാര്യമാണ് സ്നേഹം. Love is something like the green tea which is within a cup. ഈ സ്നേഹത്തിനകത്ത് ഇരിക്കുന്ന ഒരു സാധനമുണ്ട്, അതിന് പേരാ മഹത്വം. And there is something in love and that is called glory. അത്രയും മനസ്സിലായോ? ഗ്ലാസ്സിനകത്തിരിക്കുന്നതിന്റെ പേരെന്തോ?
സ്നേഹം. സ്നേഹത്തിനകത്ത് ഇരിക്കുന്നതിന് വരുന്നതോ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അല്ലേ? എന്നാൽ ഈ ഗ്ലാസ് എന്തുവാ? അതാണ് കൃപ. And the glass is God's grace. നമുക്ക് കൃപ വന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് എത്തിച്ചേർന്നത്. And because of God's grace, glory has come to us. ഈ കൃപ എന്ന് പറയുന്ന, ഈ ഗ്ലാസ് എന്ന് പറയുന്ന ആളാണ് യേശു. The glass is Jesus. യേശു വന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹവും അതിനകത്തെ മഹത്വവും വെളിപ്പെട്ടത്. And because Jesus came is how the love and the glory within love was revealed. ഇതെല്ലാം പിതാവിലേക്ക് നോക്കിയാൽ കാണുന്ന ഒരു വാക്ക് എന്നറിയാം, അവന്റെ നീതിയുടെ പ്രവൃത്തികളാണ് ഇതെല്ലാം. And this is all the works of righteousness by the Father. അപ്പൊ നമ്മൾ നോക്കിയ ദൈവം നീതിമാനായതുകൊണ്ട്, ജസ്റ്റ് ആയതുകൊണ്ട് നമ്മളിലേക്ക് നോക്കിയപ്പോൾ നമ്മൾ മൊത്തം കുഴപ്പക്കാരെന്ന് മനസ്സിലാക്കിയപ്പോൾ കുഴപ്പത്തെ എല്ലാം മൂടുവാൻ യേശുവിന്റെ രക്തം മതി എന്ന് മനസ്സിലായി. ആ രക്തത്തെ നൽകി നമ്മളെല്ലാം മൂടി പിടിച്ചു. And because God is righteousness, when he looked at us and saw our unrighteousness, he realized the blood of Jesus was sufficient to make us all righteous. He covered us in his righteousness. ഈ മനുഷ്യനാണ് ഈ മതമെല്ലാം ഉണ്ടാക്കിയത്. ഹിന്ദു, മുസൽമാന്, ജൈന മതക്കാരന്, മതം ഇല്ലാത്തവന്, ദൈവം ഇല്ലാത്തവന്, ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയ ഓരോ കാര്യം. Man made all kind of religions. ദൈവം ചെയ്ത കാര്യമാണ്, ദൈവം എല്ലാവരെയും സ്നേഹിച്ചു. God loved all people. ദൈവം എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടായി യേശു കർത്താവിനെ, അല്ലെങ്കിൽ ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്നു. That is why he came in the form of a വന്നു കഴിഞ്ഞ് man. അവന്റെ രക്തം കൊണ്ട് നമ്മളെ എല്ലാവരെയും, സകല മനുഷ്യരെയും കഴുകി. And he washed us all in his blood. കാര്യം നമ്മൾ വേറെ എന്തോ വെച്ച് കഴുകിയാലും പോകത്തില്ല. Because no matter how we are cleansed, it will not go. യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിച്ചു. And the blood of Jesus spoke for us. എബ്രായർ 12:24 എഴുതിയിരിക്കുന്ന ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം എന്ന് എഴുതിയിരിക്കുന്നു. And we read in Hebrews 12:24 that the blood of Jesus that speaks better things than that of Abel. ഇപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോഴും ആ രക്തം സംസാരിച്ചു. Even now that blood is speaking for us. ഈ രക്തം സംസാരം എന്നതിൽ നിർത്തിയാൽ നമ്മുടെ കാര്യത്തിനകത്ത് തീരുമാനമാവും. The moment this blood stops speaking, that is the end of us. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ രക്തത്തിന് സംസാര ശക്തി ഇല്ലുണ്ടല്ലോ, നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. If the blood did not speak anymore with us, that's the end of us. അതുകൊണ്ടാണ് ഇന്നലെ നീ ചെയ്ത തെറ്റിനെയും ഇന്ന് രാവിലെ ചെയ്ത തെറ്റിനെയും മറച്ചു പിടിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മറ്റൊരു ഭാഗമാണ് യേശുവിന്റെ രക്തം. Another form of God's great love for us that covers our mistakes till this moment is his blood. അതുകൊണ്ടാണ് പറയുന്നത്, the way you are, നീ എങ്ങനെ ഇരിക്കുന്നു അതേ അവസ്ഥയിലാണ് ദൈവം നിന്നെ സ്നേഹിച്ചത്. God loves you the way you are. അത് യേശുവിന്റെ അത് ദൈവത്തിന്റെ റെസ്റ്റോറേഷൻ പ്ലാൻ മനസ്സിലാക്കിയാലേ നമുക്കിത് പിടികിട്ടത്തുള്ളൂ. Only when we understand God's restoration. ആരാണ് റെസ്റ്റോറർ? ആരാണ് നമ്മളെ പുനഃസ്ഥാപിച്ചവൻ? പുനഃസ്ഥാപിച്ചവൻ Who is the one who restored us? അവന്റെ പേരാണ് യേശു കർത്താവ്. Jesus is the one who ഞാൻ ഈ restored കഴിഞ്ഞ us. ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നില്ല, നമുക്ക് എപ്പോഴും തോന്നും ആരാണ് പിതാവ്, ആരാണ് പുത്രൻ, ആരാണ് പരിശുദ്ധാത്മാവ് എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ പലപ്പോഴും പല കാര്യങ്ങൾ കേൾക്കും കാണാം. അത് അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിന് 38-ാം വാക്യം എടുത്താൽ ഒന്ന് എടുത്ത് കാണിച്ച കുഞ്ഞത്, അതിനകത്ത് ഈ ദൈവം ആരാണെന്ന്, അത് പഴയ നിയമത്തിനകത്തെ കർത്താവ് എന്ന് പറയുന്ന 38-ാമത്തെ വാക്ക്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചാലേ, യേശുവിനെ തന്നെ ദൈവം കർത്താവും, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ച്, അവനെ ആരാക്കി മാറ്റി? കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. ഈ യേശു ആരാണിപ്പം? കർത്താവാണ്, ക്രിസ്തുവാണ്. എന്തിനാണ് യേശുവിനെ കർത്താവെന്ന് പറയാൻ പറയുന്നത്? The Jesus whom they crucified is now the Lord and Christ. Why should Jesus പഴയ be നിയമത്തിൽ our കാണുന്ന Lord? കർത്താവ് എന്ന് വിളിക്കുന്ന വാക്ക് കണ്ടില്ലേ? ഇന്ന് രാവിലെ എനിക്കൊന്ന് പാസ്റ്റർ അതിനെ കുറിച്ച് പറഞ്ഞ്, ഈ ദൈവത്തെ ദൈവം എന്ന് വിളിക്കാൻ അവർക്ക് പറ്റത്തില്ല. കാര്യം അത് വലിയ എന്താ പറയുന്നത്, പവർഫുൾ നെയിം ആയതുകൊണ്ട് അവർ വിളിക്കുന്നത്. അതുകൊണ്ട് അവർ ഷോർട്ടിൽ YHWH എന്ന് വിളിച്ചത്. YHWH, റെഡീമർ എന്നാണ് അതിന്റെ അർത്ഥം, വീണ്ടെടുപ്പുകാരൻ. In the Old Testament they could not address God as God. That's why they called God in the short form YHWH or Redeemer. യാവേ എന്നാണ് അത് പറയേണ്ടത്. യാവേ എന്നാണ് പറയേണ്ടത്. We should pronounce it as കർത്താവ്. ആ വാക്കൊക്കെ സത്യത്തിൽ ഇവരെ വീണ്ടെടുക്കാൻ വേണ്ടി വന്നതുകൊണ്ട് മോശയ്ക്ക് അത് മനസ്സിലായി. മോശ ഇതിനെക്കുറിച്ചൊക്കെ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന് 2-ാം വാക്യത്തിലൊക്കെ എഴുതിക്കുന്നത്. ആദ്യമായിട്ട് മോശയ്ക്ക് അങ്ങനെ ഒരു വാക്ക് മനസ്സിലാകും തന്നെ, വീണ്ടെടുപ്പുകാരൻ. മാത്രമല്ല, ഈ കർത്താവ് എന്ന് പറയുന്നവൻ എല്ലാം റെസ്റ്റോർ ചെയ്യാൻ കഴിയുന്നവനാണ്.
So it was Moses who first understood this word, and this Yahweh is able to redeem and restore ഈ everything. കർത്താവിനെയാണ് അബ്രഹാം അഡോനായി എന്ന് വിളിക്കുന്നത്. And this Lord Abraham addressed ഇപ്പൊ as Adonai. സെപ്റ്റ്വജിന്റ് ബൈബിളൊക്കെ ഉണ്ടായപ്പം ഈ YHWHന്റെ അടിയിൽ അവർ അഡോനായി എന്ന് എഴുതിയത്. അഡോനായി കൂട്ടുകാരൻ, ഫ്രണ്ട് എന്നൊക്കെയുള്ള വാക്കാ വരുന്നത്. In the Septuagint Bible, they addressed YHWH as Adonai. വലിയൊരു ബൈബിൾ പഠനത്തിന് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ആ കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കിക്കാൻ ഇവിടെ പറയുന്നത് ഈ യേശുവാണ് കർത്താവ്. And to make known who this Lord is, it is clarified that Jesus is Lord. ക്രിസ്തു മിസ്റ്ററിയാണ്, മർമ്മമാണ്, ആർക്കും അറിയത്തില്ല. അനാദികാലം മുതൽ ഉള്ളവനാണ് ഈ ക്രിസ്തു. Christ is a mystery unknown from old age. ആ കർത്താവിനെ, യേശുവിനെ കർത്താവ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കാര്യമാണ് ഇവനാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ഇത് വിശ്വസിക്കണ വലിയ പാടാ. It is very difficult to believe that he is the Christ. അതാ പൗലോസ് വന്നു കഴിഞ്ഞോണ്ടേ 9-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യമൊക്കെ വായിക്കുന്ന പറഞ്ഞേ, പൗലോസ് ഓരോ സിനഗോഗിലൊക്കെ കയറി ഇരുന്നേച്ച്, പള്ളികളിൽ കയറി ഇരുന്നേച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് പഠിപ്പിച്ചോണ്ടിരുന്നു. That is why Paul kept going to synagogues and taught them very clearly that Jesus is Christ. ഈ കാര്യം ആർക്കും ഇത് മനസ്സിലാക്കുന്നില്ല. യേശു, അപ്പൊ പത്രോസ് പറയണേ യേശുവിനെ കർത്താവ് എന്ന് പറയണം. So Paul said you must say Jesus as Christ. പൗലോസ് പറയണേ യേശുവിനെ കർത്താവ് എന്നല്ല, പൗലോസ് പഠിപ്പിക്കുന്നത് യേശുവാണ് ക്രിസ്തു. Jesus is Christ. ഇന്ന് നിങ്ങൾ മനസ്സിലായി, നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? Anyone has seen the Lord? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ കാണുന്നുണ്ടെന്ന് പറയും. I would say I see. അപ്പൊ എന്നോട് പലരും ചോദിക്കും, അങ്ങനെ നിങ്ങൾ എങ്ങനെ കാണും, ഞങ്ങൾ കാണാത്ത ദൈവത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? How do you see the God I haven't seen? മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ് മാതാ പിതാ ഗുരു ദൈവം. Father, mother, teacher are God. അമ്മയെ നോക്കാത്തവൻ ഏത് ദൈവത്തിന്റെ എന്നോ കാര്യം പറയാനാ? If you can't take care of your mom, what God have you seen? അമ്മ ചത്തു കഴിഞ്ഞിട്ടല്ല അമ്മയെ നോക്കണ്ടേ, അമ്മ ജീവനോടിരിക്കുമ്പോൾ അമ്മയെ നോക്കണ്ടേ? While they are alive, you must take care of your father while you're alive. 4 അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെ കാണുമ്പോൾ നെഞ്ചത്തോട്ട് മുണ്ടെടുത്ത് കൊടുക്കുന്നതാണോ? നീ ഏത് ദൈവത്തിന്റെ കാര്യം ഈ പറയുന്നത്? What God are you talking about if you don't respect your teacher? അടുത്തിരിക്കുന്ന ആളോട് തന്നെ ഈ അമ്മയ്ക്ക് വെള്ളം കൊടുക്കാത്തതാണോ? Do you give water to your mother? അപ്പനെ നോക്കാത്ത, അപ്പനെ നോക്കി അപ്പനെല്ലാം അപ്പനും അമ്മയൊക്കെ ശത്രുക്കളായ എങ്ങനെ നോക്കുന്നു? What happens if your parents become പിന്നെ പോയിരുന്ന കൈയും പൊക്കി നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? And after they die, what is the use? ഭയങ്കര സുവിശേഷമേലും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ 2 കാര്യങ്ങൾ മിസ്സായാൽ ടീച്ചറിന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. If you miss out on honoring parents and forget talking about teachers. മാതാവും പിതാവും ഗുരു അവിടെ നിൽക്കട്ടെ. മുമ്പിൽ വരുന്ന ഒരു മനുഷ്യനെ ദൈവാംശമുള്ളവനായി, ഗോഡ്സ് പാർട്ടിക്കിൾ ഉള്ളവനായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? Now leave father and mother and teacher. A person who comes before you, can you look at him as someone who has an element of God inside? മുമ്പിൽ വരുന്ന മനുഷ്യൻ. അതുകൊണ്ട് ഞാൻ ശമര്യക്കാരന്റെ കഥ പറയുന്നുണ്ട്. ആ വീണ് കിടക്കുന്നവൻ ദൈവവിശ്വാസിയാണെന്ന് പോലും അയാൾ ചോദിച്ചില്ല. That is why I always talk about the good Samaritan. He never asked the person, are you a believer? നമ്മുടെ പള്ളിയിലുള്ള തോമാച്ചാനല്ലേ കിടക്കുന്നതാണോ പറഞ്ഞത്? Does he belong to our church? ആരാന്ന് പോലും അറിയത്തില്ല. He doesn't know who this person is. അയാളോടൊന്നും ചോദിച്ചില്ല. അയാളുടെ മുറിവുകൾ കണ്ടപ്പോൾ മനസ്സലിവ് വന്നുകൊണ്ട് അവന്റെ മുറിവിന് എണ്ണയും അവന് കുടിക്കാൻ വീഞ്ഞും കൊടുത്ത് അവന്റെ വാഹനത്തെ, അവന്റെ കുതിരയോ കഴുതി എന്നാന്ന് വെച്ചാൽ അതേ കയറ്റിക്കൊണ്ട് സത്രത്തിൽ ചെന്ന് സത്രക്കാരനോട് പറയാം, എൻ്റെ ബ്രദറെ കയ്യിലിപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാനിത് ഇങ്ങോട്ട് തരാം, ഒന്നും വിചാരിക്കേണ്ട, ഞാൻ നാളെ വന്നോളാം. ഇപ്പം തന്നേക്കുന്നതന്നെ കൂടുതലാണ്, ഇത്രയും കയ്യിലുള്ളൂ, 2 വെള്ളിക്കാശേ കയ്യിലുള്ളൂ, എനിക്കറിയാം ഇത് തന്നെ കൂടുതലാണെന്നറിയാം, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നാളെ ഞാൻ തിരിച്ചു വരും. ഒരു മനുഷ്യന് വേണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ദിവസം പിറ്റേ ദിവസം സത്രക്കാരനോട് പറഞ്ഞാൽ പിറ്റേ ദിവസം ഇനി 1 ദിവസം കൂടെ വരണം ഇത് സെറ്റിൽ ചെയ്യാൻ, അക്കൗണ്ട് സെറ്റിൽ. ഒരു പരിചയമില്ലാത്തവന് 3 ദിവസം ചെലവഴിക്കുവാൻ ഇവന് കഴിയുന്നുണ്ടെങ്കിൽ ഇവന്റെ പേരല്ലേ നല്ല ശമര്യക്കാരൻ. And if this man could spend 3 days for a stranger like him by binding up his wounds with oil, give him wine to drink, taking him, carrying him on his animal and putting him in an inn and giving him more money than is required, such a person is called a good Samaritan. അതിനു മുമ്പ് 2 പേര് പോയില്ലേ? Before that 2 people had passed by. ഒരുത്തന്റെ പേര് ലേവ്യൻ, മറ്റൊരുത്തന്റെ പേര് പുരോഹിതൻ. അവർ രണ്ടുപേരും എന്ത് ചെയ്തു? What did they do? നോക്കിച്ചങ്ങ് പോയി. They looked at him and left. ആരാധനയ്ക്ക് പോവാ. 2 പേരും കസ്റ്റോഡിയൻ ഓഫ് വർഷിപ്പ്, അവിടുത്തെ ആരാധന കൈകാര്യം ചെയ്യുന്നവരാ. Both were custodians of worship. They were going to the temple. ഒട്ടും സമയമില്ലെന്ന് നമുക്ക് വിചാരിക്കാം. We can assume that they didn't have time. അങ്ങനെ ഈ സിസ്റ്റത്തിൽ ജീവിക്കുന്നവർക്കുണ്ടല്ലോ ഒരിക്കലും സമയം ഉണ്ടാകത്തില്ല. അടുത്ത ആൾക്ക് കൈ ഒന്ന് കൊടുത്തേച്ച് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ സിസ്റ്റത്തിലാണ് ജീവിക്കുന്നെങ്കിൽ ലോകത്തിൽ ജീവിതത്തിൽ സമയം ഉണ്ടാകത്തില്ല. If you are a person living in a system, you will have no time for others.
മനസ്സിലായി? എന്നാൽ സിസ്റ്റത്തിന് പുറത്തു വരുന്നവനോടല്ല എല്ലാം ചെയ്യും, അവൻ ആരാധിക്കുകയും ചെയ്യും, സഹായിക്കുകയും ചെയ്യും. But if you come out of the system, you will have time to നമ്മുടെ worship. You സിസ്റ്റത്തിന്റെ will have time പ്രശ്നം for ഞാൻ everything. പറയുന്നത് പോലെ നിങ്ങൾ പറയുന്നില്ല, അപ്പൊ നമുക്ക് പണക്കായി. System means you're not talking like in my terms, so I am upset with അതൊക്കെ you. വീട്, അതൊക്കെ സ്നേഹത്തിന്റെ അപ്പുറത്തേക്കുള്ള സംസാരങ്ങളിലേക്ക് പോകാതെ നീ പറയുന്ന പോലെ ഒന്നും പറയണ്ട. നീ മനുഷ്യനാണോ? ദൈവാംശമുണ്ടോ? ഞാൻ ഇതിനകത്തിരിക്കുന്ന എല്ലാവരിലും ദൈവാംശമുള്ളവരായിട്ടാണ് ഞാൻ കാണുന്നത്. You just look at the other person as someone who has an element അത് of ചെറുതായിക്കോട്ടെ God. വലുതായിക്കോട്ടെ, Be it big or small. കുഞ്ഞു പിള്ളേരായിക്കോട്ടെ വലിയ പിള്ളേരായിക്കോട്ടെ, Be വഴക്കൊക്കെ പറയാം, small വേറെ കാര്യം. children. പക്ഷെ അതിന് ദൈവാംശം ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്ന മാതാവിനും പിതാവിനും ഗുരുവിനും നീ ദൈവത്തിന്റെ അംശം കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ നീ ഓണർ ചെയ്യും. If you've seen the element of God in father, mother and your teacher, you must honor them. ഇത് Ephesians 6:1 പറയുന്നത് അപ്പനെയും അമ്മയും ബഹുമാനിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്തുവാ? നീ Ephesians വണ്ടി ഇടിച്ച് 6:1 ചത്തുപോകത്തില്ലെന്ന്. talks about the blessing of honoring father and mother. ഹാർട്ട് അറ്റാക്ക് വന്ന് You ചത്തുപോകത്തില്ലെന്ന്. won't die of accident or heart attack. അത് മെഡിക്കൽ ചെക്കപ്പ് കൂടെ കൂടെ നടത്തുന്നതുകൊണ്ടല്ല, നീ അപ്പനെയും അമ്മയും ഓണർ ചെയ്യുന്നതുകൊണ്ടാണ് നീ ദീർഘായുസോടെ ജീവിച്ചിരിക്കുന്നത്. You will live long on this earth because you honor your ഈ parents. ഇന്ന് ആരെങ്കിലും ഓണർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓണർ ചെയ്യാം. നീ ദീർഘായുസോടെ ഇരിക്കണമെങ്കിൽ നീ പള്ളിയിൽ എത്ര ദിവസം പോയെന്നൊന്നും ഇവിടെ ആർക്കും കണക്കറിയണ്ട. To have a long life, it's not about coming to church regularly. The way they are. ഞാൻ ചത്തുവിനോടൊക്കെ ഞാൻ പറയുന്നത്, നിന്റെ അപ്പൻ എങ്ങനെയല്ലേ ഇരുന്നോട്ട്, ഏത് വിശ്വാസത്തിൽ ഇരുന്നോട്ട്, നിന്റെ അപ്പനെ നീ ഓണർ ചെയ്തോണം. No matter in which faith they are, you must honor them. അമ്മ എങ്ങനെയും ഇരുന്നോട്ട്, നീ അവരെ എങ്ങനെ നീ ഓണർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നിന്റെ ദീർഘായുസ്. Your long life depends on how much you honor നിനക്ക് them. നന്മ വരണമെങ്കിൽ ഓൾ ഗുഡ്നസ് ഷാൽ ഫോളോ യു. എങ്ങനെ ഫോളോ ചെയ്യുന്നത്? നീ നിന്റെ അമ്മയും അപ്പനെ നോക്കത്തില്ലെങ്കിൽ, നീ നിനക്ക് 4 അക്ഷരം പറഞ്ഞു തന്നവനെ നീ ഓണർ ചെയ്യത്തില്ലെങ്കിൽ എവിടെ നന്മ വരാനാ? എങ്ങൊന്നും Where will വരത്തില്ല. goodness come to you? Blessings come to you. ചെന്നിരിക്കുന്നിടത്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച്, ചെന്നിരിക്കുന്നിടത്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നവർ എങ്ങനെ അവരുടെ ഉള്ളിൽ തന്നെ നെരിപ്പോട് പോലെ ഇരിക്കുന്നു, ഒന്നും പിടിക്കത്തില്ല. You are creating trouble wherever you go. Inside of you is burning. How will you have blessings? ഇങ്ങനെ നെരിപ്പോട് പോലെ ഇരുന്ന് ഉരുകി ചത്തുപോവുക അവര്. They are melting away in like a furnace within ഒരു themselves. കൂട്ടത്തിനകത്തും ഫിറ്റ് ആകത്തില്ല. ചിലരെ കണ്ടിട്ടില്ലേ, ഒരു വീട്ടിൽ ഏതിനിപ്പോ സ്വർണ്ണ തളിയേക്കകത്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ അവർക്ക് പിടിക്കത്തില്ല. They are offended no matter what you do. വലിയ പ്രശ്നമാട്ടോ ഈ അകത്തൊരു ഒഫൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആരും പിടിക്കത് ഇഷ്ടപ്പെടത്തില്ല. The moment you develop an offense inside, it's ഞാൻ very, very difficult. അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകളിലേക്ക് ശ്രദ്ധിച്ചാൽ അതിനകത്ത് ഏറ്റവും വലിയ, ഞാൻ അതിലോട്ട് വരാം. ഇപ്പം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകളിൽ ഏറ്റവും മെച്ചപ്പെട്ടൊരു ശുശ്രൂഷയാണ് നിരപ്പിന്റെ ശുശ്രൂഷ. So the biggest ministry that the Lord has given us is a ministry of reconciliation. ഇവിടെ നമ്മൾ വായിച്ചു വന്ന നന്മയുണ്ടാകുവാനും, പിള്ളേരോടെല്ലാം ഞാൻ പറയാം, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെ പേരൻസ് വഴക്ക് പറയുമ്പോൾ അവരെ ചീത്ത പറയാനായിട്ട് മനസ്സിൽ പോലും ചീത്ത ചിന്തിക്കരുത്. നമ്മൾ ഈ ചെറുപ്പം മുതലേ പിള്ളേരെ എന്തോ ചെയ്യുക, പിള്ളേർക്ക് ഈ വീടിനകത്തൊന്നും ഹീറ്റർ ഉണ്ടാക്കാനുള്ളതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കരുത്. കുറ്റം പറയില്ലെന്നൊക്കെ പറയില്ല. വീട്ടിലിരുന്നുകൊണ്ട് സാധാരണ കുറ്റം ആരുടെ പറയുന്നത്? പാസ്റ്ററിന്റെ കുറ്റം പറയും. അവൻ ചർച്ച വന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. വീട്ടിൽ ഇരുന്നിട്ട് പറയാം, അയാൾ ഇന്നും എന്തോ ഒരു പ്രസംഗിച്ചെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നിരുന്നേച്ച് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇരുന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ അങ്ങനെ ദീർഘായുസ് ഉണ്ടാകും, ചത്തു. Never talk ill about others in your church, at home, so that your നിങ്ങളൊക്കെ പറയാൻ സാധ്യത കൂടുതലുള്ള ആരെ കുറിച്ചായിരിക്കും? എന്നെ കുറിച്ച്. I think mostly you might be talking ഇങ്ങനെ ill of me at home. ഞം വെക്കുന്ന കൂട്ടത്തിലായിരിക്കും. എന്ന് റോണി പാസ്റ്റർ പറഞ്ഞില്ല, ഓ അയാളല്ലേ എന്നാ വെച്ച് കാത്തിക്കും വെറുതെ പറഞ്ഞിങ്ങനെ. Probably you all are talking about me at home the most. എടാ രാനിമോനെ, നിനക്ക് ദീർഘായുണ്ട്. അപ്പനെയും അമ്മയും നീ ബഹുമാനിക്കണം, നിന്റെ ആത്മീയ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അല്ലാണ്ട് For നിനക്ക് you വേറെ to have long life, honor your spiritual parents. ഒന്നാമത് ഞങ്ങളെ അപ്പനും അമ്മയായിട്ട് നീ കാണണം. First of all, you must see us അപ്പോൾ as your father and mother. നിന്നെ ചടത്തി ജനിപ്പിച്ച് അപ്പനെ അമ്മയെ നീ ഓണർ ചെയ്യണം. നിന്റെ ആശയത്തിനൊന്നും അവര് വരത്തില്ല. You must honor your biological അവര് parents. മാർക്സിസ്റ്റുകാരാണ്, പ്രത്യേക ആശയക്കാരവര്. They may never agree to your നീ principles. UDFന്റെ ആളാണ്, നീ എല്ലാം വിശാലമാണ്, ആര് വന്ന് മോട്ടിച്ചോണ്ട് പോയാലും നിനക്ക് കുഴപ്പമൊന്നുമില്ല. അതെ, അപ്പൊ അതുകൊണ്ട് പറഞ്ഞു ഈ പല ആശയക്കാർ കാണും. നമ്മളതൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവ സ്നേഹത്തിൽ ഒരുമിച്ചിരിക്കും. We should not worry if they are of a different thought process. In God's love, we must honor them. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായി. Ephesians 6:1 പിള്ളേർക്ക് വേണ്ടി പറയാണ്, നിനക്ക് നന്മയുണ്ടാകാനും നീ ദീർഘായുസ്സോടെ ഇരിക്കുവാനും നീ എന്തോ ചെയ്യണം? That it may go well with you and you എല്ലാ shall മാതാപിതാക്കൻ live long പറയാം, on വീട്ടിൽ the earth, ഇരുന്നുകൊണ്ട് honor your father ചർച്ചിനെ and കുറിച്ചും mother. പാസ്റ്ററിനെ കുറിച്ചും ഒന്നും കുറ്റം പറയാൻ പോകരുത്. Please don't speak ill about church or pastor at home. സ്പിരിച്വൽ for your അതോറിറ്റിയിൽ parents. നിന്നുള്ള ഫ്ലോ കട്ടായി പോകും.
Because your flow from your spiritual authority will be cut കാര്യം off. നിങ്ങൾക്ക് വേറെ ഒരു സ്പിരിച്വൽ അതോറിറ്റി ഇല്ല. You don't have any ഇവിടെ other വരുന്നവർക്ക് വേറെ spiritual ഏതാണ്ടുണ്ടോ? authority. അത് കട്ടായി പോകും, അത് ഒഴുകത്തില്ല പിന്നെ സാധനം. Then it will not flow into you. അപ്പൊ നിങ്ങൾ തടിച്ച ഹൃദയമായിട്ട് ഇങ്ങനെ ഇരിക്കും, തടിച്ച കണ്ണ് ഹൃദയവും ഉരുണ്ട കണ്ണുമായിട്ട് ഇങ്ങനെ ഇരിക്കും. You will stay there stagnant with puffed of head. സാരമില്ല. നിങ്ങൾ പറയുമെന്നേ പറയണം, അയ്യോ പാസ്റ്റർ പാവം, കാര്യം പല കാര്യങ്ങളുള്ള മനുഷ്യനല്ലേ, ചിലപ്പോൾ മറന്നു പോയതായിരിക്കാം, വിളിക്കാൻ മറന്നു പോയതായിരിക്കാം ഒക്കെ നിങ്ങൾ അങ്ങ് തന്നെ ആശ്വസിച്ചോണം. You must comfort them saying, poor pastor, he might have forgotten. അപ്പം മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് റെസ്റ്റോറർ, നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി പുനഃസ്ഥാപിച്ചത് ആരാണ്? Who restored us? അതാണ് യേശു കർത്താവ്. Jesus restored us. യേശു കർത്താവിൻ്റെ റെസ്റ്റോറേഷൻ വാസ്തവത്തിൽ നടക്കുന്നത് അവൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പിൽ കൂടിയാണ് ഈ റെസ്റ്റോറേഷൻ സംഭവിച്ചത്. Through his death and resurrection is our restoration. നിങ്ങൾക്ക് എല്ലാം പരിചയമുള്ളൊരു ഭാഗം ഞാൻ എടുത്തു വായിച്ചു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. നിങ്ങൾക്ക് മനസ്സിലായി. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 8 തൊട്ട് 18 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ. 2 Corinthians 5:18 onwards. 18 തൊട്ട് വായിച്ചു. 18 തൊട്ട്. അതിനൊക്കെയും ദൈവം തന്നെ കാരണം, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം നിങ്ങൾ തന്നോട് ഓരോ വാക്കുകൾ ശ്രദ്ധിച്ച്, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട്, പിതാവായ ദൈവത്തോട് യേശു ക്രിസ്തു മൂലമാണ് നിരപ്പിച്ചത്. He has reconciled us through Christ. ഞാൻ അവിടെ നിന്നുകൊണ്ടൊന്ന് പറയാം, ഒരു മിനിറ്റ്. ഇതാണ് ന്യൂ ക്രിയേഷൻ ഓർഡർ, പുതുക്കപ്പെട്ട വ്യക്തിയുടെ ക്രമമായി പറയുന്നത്. എങ്ങനെ ക്രമം? യേശു കർത്താവിൽ കൂടി പിതാവായ ദൈവത്തിങ്കിലേക്ക് പിതാവായ ദൈവം തന്നെ നിരപ്പിച്ചു. This is the order of a new creation. കാരണഭൂതൻ ആരാണ്? ദൈവം തന്നെ. ദൈവം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം കാരണഭൂതനായി തീർന്നു. എങ്ങനെയാണ്? അവൻ മൂലം നമ്മെ യേശുക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. ഭയങ്കര ഒരു നോക്കിയേ, പിതാവായി ദൈവം ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യാണ്. പുത്രനായ യേശുവിനെ അയച്ചിട്ട് പുത്രനായ യേശുവിൽ കൂടി നമ്മെ പിതാവിനോട് നിരപ്പിച്ചു, ഒന്നാക്കി. This is a plan by God himself. By sending his son, he reconciled us through the son to himself. അപ്പൊ അവിടെ നടന്ന സംഭവം എന്തുവാ? നിരപ്പ്, റിക്കൺസിലേഷനാണ് നടന്നത്. Reconciliation happened. ഒന്നുകൂടെ ഞാൻ പറയാം, റിക്കൺസിലിയേഷൻ നടന്നത്, സാവകാശത്തിൽ പറഞ്ഞു പോകുന്നത് ഇത് മനസ്സിലായാലും മുമ്പോട്ട് ഞാൻ പറയുന്നത് മനസ്സിലായത്. റിക്കൺസിലിയേഷൻ നടക്കുന്നത് പിതാവായ ദൈവത്തിന്റെ പ്ലാനാണ്. പിതാവായ ദൈവത്തിന്റെ പ്ലാനിനകത്ത് പുത്രനിൽ കൂടി നമ്മെ ഓരോരുത്തരെയും പിതാവിനോടാണ് നിരപ്പിച്ചത്. It was God the Father's plan to restore us through the Son to himself. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ദൈവം, പിതാവായ ദൈവം എന്ത് ചെയ്യുന്നു അറിയാം? ആ നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് ഓരോരുത്തർക്ക് എടുത്ത് തന്നിരിക്കുക. And now the Father has given us that ministry of reconciliation into each of ഇപ്പൊ ഇവിടെ us. ഇരിക്കുന്ന അമ്മിണിയാൻറ്റി തൊട്ട് ഈ മൂന്നാമത്തെ അങ്ങേയറ്റത്തിരിക്കുന്ന രാജ്യം തൊട്ട് അവിടുന്ന് ഇങ്ങനെ ഓരോരുത്തരെ നിങ്ങൾ എടുത്തു കഴിഞ്ഞ് എല്ലാവരും, കൊച്ചു കുഞ്ഞു തൊട്ട് എല്ലാത്തിന്റെ മേലും നിരപ്പിന്റെ ശുശ്രൂഷയാണ് കൊടുത്തിരിക്കുന്നത്. Now to each one of us is given the ministry of reconciliation. അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് കൈ അടിച്ചിട്ട് തുള്ളിച്ചാടി ഹല്ലേലൂയ പറയാനുള്ള ശുശ്രൂഷ അല്ല തന്നത്. It's not a ministry of simply saying hallelujah in God's presence. ഒത്തിരി ഹല്ലേലൂയ പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത്. People who say maximum hallelujah are the biggest. ഞാൻ മനസ്സിലായി. ഒത്തിരി സ്വോത്രവും ഒക്കെ പറയുന്നവരുടെ കയ്യിൽ ഒരുപാട് സൂത്രങ്ങൾ ഇരിപ്പുണ്ട്. If you say too many hallelujahs, ഇത് മനസ്സിലാക്കാതെ ഭയങ്കര ശുശ്രൂഷയാണെന്ന് പറയുന്നത്. പക്ഷെ റിക്കൺസിലിയേഷനിലേക്ക് വരത്തില്ല. you cannot come to the place of reconciliation. You are simply saying hallelujah. I am meeting so many men of God. ഈ പല മനുഷ്യരിലും എന്ന് പറഞ്ഞ് എല്ലാവർക്കും അങ്ങ് ഭയങ്കരം വൈരാഗ്യവും എതിരും അങ്ങ് മുഖമൊക്കെ കടന്നിലുത്തിയ പോലെ ഇരിക്കുന്നത്. I know personally so many men of God inside they keep so much of hatred and offenses. എൻ്റെ അടുക്കൽ എത്രയോ പാസ്റ്റേഴ്സ് വന്ന് നിരപ്പിന്റെ ശുശ്രൂഷ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അവർ പോയി നിരന്നിട്ടുണ്ട്, എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. So many pastors have come to me and received the ministry of reconciliation and reconciled with others. ഇത് പുൾപിറ്റ് എന്ന ഇതിന്റെ പേര്. പുൾപിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴി കിടക്കുന്നതിനെ വലിച്ചെടുക്കുന്ന ശുശ്രൂഷ ഇവിടെ നിന്ന് ചെയ്യുന്നത്. ആ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ നിരപ്പില്ലാത്ത വ്യക്തികളായി ശുശ്രൂഷകൾ ചെയ്യുന്നത്. This is called pulpit. We are supposed to do ministry of reconciliation, but many don't do that. പുൾപിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പക്ഷെ കൂടുതൽ പേരും പുൾപിറ്റ് അല്ല, പുൾപിറ്റ് മിനിസ്ട്രി അല്ല, ഇന്ന് പുഷ്പിറ്റ് മിനിസ്ട്രി. കരയെ നീക്കുന്നതിനെ കൂടെ പിടിച്ച് കുടിക്കാത്തുള്ളൂ. But instead of doing pulpit, many are doing a pushpit ministry. അവൻ ചുമ്മാ മര്യാദയ്ക്ക് അവിടെ സൈഡിൽ നിൽക്കുമായിരുന്നു. അവനെ കൂടെ പിടിച്ചെന്തു ഈ കുടിക്കാത്താക്കുന്ന പരിപാടി പലരും ചെയ്യും. ഇങ്ങോട്ട് വാന്ന് വിളിക്കുക, അകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് കുടിക്കാത്തിട്ട് മൂടി ഇങ്ങനെ നിൽക്കുക. Instead of pulling others from pit, you are pushing them into a pit. പിന്നെ ക്ലീൻ ചെയ്യാം മൊബൈൽ ഫോണൊക്കെ. ഇപ്പൊ ഇത് കേൾക്കാം. അപ്പൊ അതിനൊക്കെയും ദൈവം
കാരണം സമയമുണ്ടല്ലോ, അപ്പം അല്ല ഉരച്ച് തേച്ച് വൃത്തിയാക്കും. അതിനൊക്കെയും ദൈവം കാരണഭൂതൻ. And God is a reason for that. അപ്പൊ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നു. ഇത് നമ്മൾ ഈ പ്ലൂറൽ പറയാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് തന്നെന്ന് പറയാം. And this ministry of reconciliation is given to me. ഇപ്പൊ എനിക്ക് തന്നെന്ന് പറയുന്ന എല്ലാ പുള്ളികളും ഓർത്തോണം എന്തു ശുശ്രൂഷ കയ്യിലിരിക്കുന്നത്. You must understand, you all have the ministry of ഞാൻ reconciliation. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ല, ഭയങ്കര വിഷമം കിടക്കും. എടാ, നീ നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യാതെയും. You're worried that the sick നീ are not ക്യാൻസർ getting വന്നവർക്ക് healed. പ്രാർത്ഥിച്ചിട്ട് അവർ സൗഖ്യമല്ലെന്ന് നീ വിഷമിച്ചു കിടക്കും. എനിക്ക് കർത്താവ് എന്നെ കൈ വിട്ടു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആരും സൗഖ്യമാകുന്നില്ല. നീ ആദ്യം നിന്നെ സുഖമാക്ക്. You're worried that cancer patients are not നിന്റെ healed. അകത്ത് നിരപ്പിന്റെ ശുശ്രൂഷ വന്ന് നീ നിരക്കുന്നില്ല, നിരപ്പ് പ്രാപിക്കുന്നില്ല, പിന്നെ എന്ത് മിനിസ്ട്രി വരാനാ? You are not able to do reconciliation, then what ministry can come out of you? നമ്മളെ എപ്പോഴും എല്ലാ ശുശ്രൂഷകളും നമ്മളെ തടഞ്ഞു വെക്കുന്നത് ഈ നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട്. And this ministry of reconciliation we don't understand, and that becomes a block to all other ministries. ഒന്നാമത്തെ എവിടെ സംഭവിക്കുന്നറിയോ? മിക്കവാറും വരുന്ന കൂട്ടത്തിനകത്താണ് പലരോടും നമുക്ക് നിരപ്പ് കേട് ഉണ്ടാകുന്നത്. ആ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെക്കാരാന്ന് വെച്ചാൽ ഞാൻ തല്ലിപ്പൊട്ടിച്ച് കളയുന്നതിന് മുമ്പ്. Often reconciliation is needed even inside the church. നമ്മൾ കാര്യം കുറെ ദിവസം അടുത്തിരിക്കുന്ന പറഞ്ഞാൽ എന്തെങ്കിലും ഇഷ്ടക്കേട് വരും. Because we all are together for a long time, some offenses will come. Quite natural. അത് കാര്യം അങ്ങനെയാണ്. മനുഷ്യനെ അങ്ങനെ ഇരിക്കുന്ന മനുഷ്യൻ. പ്രശ്നമില്ലാത്തൊരു വീടുമില്ല, ഒരു സഭയുമില്ല, ആരുമില്ല. There is no church or family without problems. ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിലും ചന്ദ്രക്ക് മേശക്ക് അഭേദനോഹോ കഴിഞ്ഞ പിന്നെ അടുത്ത ആളാണ് തീച്ചൂളയുടെ നടുവിൽ. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ മനസ്സിലായി, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പ്രശ്നമില്ലാത്ത ഏതെങ്കിലും കൂട്ടം ഉണ്ടത്? പ്രശ്നമില്ലാത്തൊരു വീടുണ്ടോ? പ്രശ്നമില്ലാത്ത വ്യക്തികളുണ്ടോ? അതിന്റെ മധ്യത്തിലും ഇന്ന് നോക്കിയേ, ദൈവം അതിനൊക്കെ കാരണഭൂതൻ. ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് പ്രശ്നമുണ്ടെന്നേ. എല്ലാ മനുഷ്യരും ഞാനും ഡാനിയും കൊണ്ടിരുന്ന് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവനാ പിന്നെ ഞങ്ങളുടെ ഇടയിൽ ഇരിക്കുമല്ലേ, അവന് ചിരിക്കാനങ്ങ് അവനങ്ങ് പൊട്ടിച്ചിരിക്കുക. ഡാനി ഞങ്ങളുടെ ഇടയിലാണ് ഇപ്പോഴും. ആർക്കാ പ്രശ്നമില്ലാത്തത്? എൻ്റെ രമ അണ്ണി, മധു അണ്ണനായപ്പോൾ രമ അണ്ണിയല്ലേ, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ? എൻ്റെ പാസ്റ്ററെ ജീവചരിത്ര പുസ്തകം എഴുതേണ്ടതായിപ്പോൾ. ഞാൻ പോട്ടെ, ഇതൊന്നും പറയാത്തൊരു വ്യക്തിയോട് നമുക്ക് ചോദിക്കാം. സണ്ണിച്ചായ ഈ റെയിൽച്ചില മാമ ഈ കാണുന്ന പോലെ മാലാഖയാണോ? ആണോ? അച്ഛൻ്റെ ചിരിക്കാത്തെല്ലാം ഉണ്ട്, എനിക്ക് മനസ്സിലായി. മോളെ റീന, നീ കണ്ടമാനം വട്ടം കറങ്ങി നോക്കുന്നുണ്ട്. നിന്നോട് തന്നെ മോനെ ഈ പറയുന്ന പോലെ തറയ്ക്ക് ദേവതയാ. നീ വീട്ടിൽ ചെന്നാൽ പ്രശ്നം ഉണ്ടാകുന്ന എനിക്കറിയാം, പറയണ്ട. അല്ലേ, ആരെ വേണേ നിങ്ങൾ ഏത് വ്യക്തി XYZ ആരോട് വേണേ ABCDEFG എല്ലാവരോടും ചോദിച്ചു നോക്കും. പ്രശ്നമില്ലാത്ത മേരിക്കുട്ടി ആൻ്റിയാണല്ലോ ഇവിടുത്തെ ഏറ്റവും പഴയ ആള്. എത്ര വർഷമായി? 50 വർഷമായിട്ട് ഈ മനുഷ്യനോട് തന്നെ ജീവിക്കുക. വഴക്കുണ്ടായിട്ടില്ലേ? എന്നിട്ട് ഇപ്പം എന്തിനാ ഒരുമിച്ച് താമസിക്കുന്നത്? കൂടുതൽ ശക്തിപ്പെടുന്നു. ഇതാണ് മേരിക്കുട്ടിയുടെ സുവിശേഷം. നമ്മളെങ്ങനെയാണ് ഇതിനെല്ലാം ഓവർകം, എങ്ങനെയാണ് ഇതിനെല്ലാം തരണം ചെയ്യുന്നത്? ചിലരെന്തോ ചെയ്യുന്നറിയാമോ? ഞെരടിച്ചാകാൻ ശ്രമിക്കുക, ഉരുകി ചാകാൻ ശ്രമിക്കുക. How do we overcome all these offenses? Some people internalize and they are melting away and dying within. നിങ്ങൾ നോക്കിയേ, ഇവിടെ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം കാരണഭൂതനായി യേശു കർത്താവിനെ അയച്ചപ്പോൾ ദൈവത്തോട് നിരപ്പിച്ചിട്ട്, നമ്മളെ ഓരോരുത്തർ നിരപ്പിച്ചിട്ട് നിരപ്പിന്റെ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. God has reconciled us through Christ and given us a ministry of reconciliation. മാത്രമല്ല, എല്ലാവരും പ്രശ്നക്കാരാണെന്ന് ദൈവത്തിന് അറിയാം. എന്നിട്ടും ദൈവം നമ്മളുടെ തരാനുള്ള സ്ഥാനങ്ങളെ കട്ട് ചെയ്ത് കളഞ്ഞില്ല. God knows that we all are problematic. ഒന്ന് മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ ഏൽപ്പിച്ചു. രണ്ടാമത് എന്താക്കി? 19ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കിയാൽ, രണ്ടാമത് നമ്മളെ ആരാക്കി മാറ്റി? അംബാസഡേഴ്സ് ആക്കി. First, he made us ministers of reconciliation. Second, he made us ambassadors. നമ്മളത് എന്തോ ചെയ്തതിനും നമ്മൾ പുറത്തോട്ടാക്കാനാണ് നോക്കുന്നത്, അല്ലേ? എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സഭയ്ക്ക് പുറത്താക്കുക, അല്ലെങ്കിൽ അവനെ വേണ്ട, അവനെ ഒഴിവാക്കുന്ന പറയുന്നത്. If somebody creates trouble, we want to take him out of the church. മനസ്സിലായി? പ്രശ്നക്കാരെ നമ്മളെപ്പോഴും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? അവരെ ഒഴിവാക്കിക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ഞാനുമായിട്ട് ചേരാത്ത ആശയമാണെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി വേണ്ട,
If you don't agree to what I'm saying, that's the അങ്ങനെ end of ആയിരുന്നെങ്കിൽ it. നമ്മളൊന്നും ജീവനോട് കാണത്തില്ല. ദൈവം എന്നേ നമ്മളെ കൈവിട്ടേനെ. If that is what God did, God would have left us long back. ഇത്രയുമായിട്ട് ഈ 2025 ജാനുവരി 5 തീയതി ആയിട്ട് നമുക്ക് ഏതാണ്ട് മനസ്സിലായോ? Even today, none of us have understood anything properly. എന്നിട്ടും ദൈവം നമ്മളെ ഇത്രയും ക്ഷമയോടെ സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്നില്ലേ? But still, God is carrying us patiently. അതേ സെയിം സ്പിരിറ്റിനെ നമുക്ക് തന്നിരിക്കുന്ന നമ്മൾക്ക് ചുറ്റും ഇരിക്കുന്ന മനുഷ്യരൊന്നും നമ്മളെപ്പോലല്ല. അവരെല്ലാം കുഴപ്പക്കാരാണ്. ആ കുഴപ്പത്തിനകത്ത് അവരെ സ്നേഹിക്കാൻ പറ്റുമോ? And so God has asked us to love others, those who are around us, with all their problems. ഞാൻ എപ്പോഴും വീട്ടിലൊക്കെ പിള്ളേർ ഇത് കേട്ടാ വരുന്നത്. പറഞ്ഞാൽ കേൾക്കാത്തവനെ മിസ്റ്റീവിയസ്, ഒരു അനുസരണവും ഇല്ല, ഇങ്ങനെ പറഞ്ഞ് കേട്ട പിള്ളേർ വളരുന്നത്. You call your children names like disobedient, you don't listen to what I say. They grew up hearing these words. അപ്പൊ ഇങ്ങനെ വാക്ക് കേൾക്കുമ്പോ ഒരാൾ വളർന്നു വന്ന എങ്ങനെ ഇരിക്കും? And if a child grows up with these words, how അവൻ would it be? ഉറപ്പായിട്ടും അവന് പ്രായമാകുമ്പോ പറഞ്ഞാൽ കേൾക്കത്തില്ല. And definitely when he grows old, he will be നമ്മുടെ പിള്ളേർ disobedient. ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്, ഇപ്പൊ കെസിയമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന വാക്ക് എന്തുവായിരിക്കും എന്നറിയോ? You know what is the word Kesia's daughter would hear? എന്താണെന്നറിയോ? നോ. കാര്യം അവൾ എന്തൊക്കെ കയറി പിടിച്ചാലും നോ. You keep saying no. ഇപ്പൊ ഈ നമ്മുടെ എല്ലാം ജീവിതത്തിനകത്ത് ഈ നോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, 200 ടണ്ണായിട്ട് അങ്ങ് കയറുമെന്ന്. This word no is in us like a 200. നമുക്ക് മനസ്സിലാകുന്നല്ലോ, കുഞ്ഞത് ചെയ്യും. നമ്മൾ ആ സാധനം എടുത്ത് മാറ്റി വെക്കത്തില്ല. ആ സാധനം അവിടെ മുമ്പിൽ തന്നെ വെച്ചേച്ച്, ഇപ്പൊ ഡാനി ചൂട് കാപ്പി വെച്ചേച്ച് കുഞ്ഞിന്റെ മണ്ടയ്ക്ക് വീണിച്ച് എന്തോ ചെയ്യാൻ പറ്റും? കുഞ്ഞേതാണ്ട് ചെയ്താന്നോ? കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ട്? അടി കൊടുക്കേണ്ടത് ആർക്കാ? അത് കൊടുത്തുമില്ല നമ്മള്. പിള്ളേർ കൈ നീട്ടിയാ പറഞ്ഞോ, അങ്ങോട്ട് പോയാനോ ഇങ്ങോട്ട് പോയാനോ, ഇരുന്നാനോ എഴുന്നേറ്റാനോ കരഞ്ഞാനോ എല്ലാം നോയ, മൊത്തം നോയ. We keep saying to a little child no all the time, although the child is not aware of നമ്മൾ what is ഇന്ന് what. തൊട്ടെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. പിള്ളേരെ നോക്കിയിട്ട് പറയണം, നീ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തനായി വരണ്ടേ, നീ ദൈവസഭയെ നയിക്കുന്നവനായി തീരും, നീ ദൈവ ശബ്ദമുള്ളവനായി തീരും, നീ ശുശ്രൂഷക്കാരനാണ്. ഈ മിനിസ്ട്രി ഓഫ് റിക്കൺസിലേഷൻ അവന്റെ മേലെ അങ്ങിട്. You must put this ministry of reconciliation upon the children and speak നീ over them. നിരപ്പിന്റെ ശുശ്രൂഷക്കാരനായി എഴുന്നേറ്റ് വരണം. നമ്മൾ ആ കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞ് Tell the children that you should rise up as പ്രാക്ടീസ്, ministers of മക്കളെ അത് വീട്ടിൽ reconciliation. പ്രാക്ടീസ് ചെയ്യണം. കാര്യം അവരെ ഇങ്ങനെ എല്ലാത്തിനും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതേ മനസ്സിലാകത്തുള്ളൂ. നമുക്കൊക്കെ Don't keep പറ്റിയ അബദ്ധം accusing your children. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കുവാൻ വേണ്ടി നമ്മളെ നല്ല വാക്കുകൾ പറയുക, Say good words to your നല്ല children. വാക്കുകൾ പറയുക. Say good words. അതുകൊണ്ട് നമ്മളെ കർത്താവ് എന്താക്കി? ഒഴിവാക്കിയില്ല, അംബാസിഡർ ആക്കി. So God did not reject us, he made us ambassadors. കണ്ടോ, അത് പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളോട് പറയാണ് നമ്മളെ അങ്ങനെ ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. And therefore we must understand whom we are to God. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച അടുത്ത വാക്ക് 21ാമത്തെ വാക്ക്, പാപമറിയാത്ത, നമുക്ക് എല്ലാവർക്കും കാണാതറിയാവുന്ന വാക്ക്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി, അല്ലേ? പാപമാക്കി, അവനെ പാപമാക്കി. Made us sin, അല്ലേ? And we all know the 21st verse, he who knew no sin became sin for us, that we might become the righteousness of God in Christ Jesus. ഇത് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യവുമായിട്ട് ബന്ധപ്പെട്ട് വേണം, ഞാൻ അല്പം സമയമുള്ളത് കൊണ്ടൊന്ന് പറഞ്ഞേച്ചങ്ങ് പോകാം. This is related to Leviticus 16:9. അവിടെ എഴുതിയിരിക്കുന്ന, അവിടെ ഈ അഹരോന് മനുഷ്യരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് നൽകുമ്പോൾ 2 ആടിനെയാണ് അവിടെ കൊണ്ടുവരുന്നത്. So Aaron brings 2 sheep as a propitiation for sins. ഒരാടിന്റെ പേര് അസസേൽ. The name of one goat is Azazel. അസസേലിന്റെ അർത്ഥം എന്താ വെച്ചാൽ എ ഗോഡ് ഫോർ ഡിപ്പാച്ചർ, വിട്ടയക്കുകയാണ്. ഒരാടിനെ വിട്ടയക്കുകയെന്ന അസസേലിന്റെ അർത്ഥം. And this goat is meant to be sent away. അത് അഹരോന് വേണ്ടി യാഗം കഴിക്കുന്നുണ്ട്. അഹരോന്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുന്നത് ഒരു കാള യാഗം കഴിക്കുന്നു. അതിനുശേഷം ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുമ്പോൾ അവിടെ നടക്കുന്നതാണ് ഒന്ന് അസസേലിനും മറ്റൊരു ചീട്ടും, ഇങ്ങനെ 2 കോലാട്ട് കൊട്ടിന് ചീട്ടിടണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. So Aaron has to sacrifice for himself and for the sins of others, and for the sins of other 2 goats are to be sacrificed. One is Azazel and for the other 2 ആടുകൾ. ഒരാടിന്റെ മേലോട്ട് തലയിലോട്ട് കൈ വെച്ചേച്ച് അഹരോന് പ്രാർത്ഥിക്കുമ്പോൾ ജനത്തിന്റെ പാപം എല്ലാം ആ ആടിന്റെ മേൽ വരും.
So when Aaron lays hands on one of the goats and prays, all the sins of the people would ആ fall ആടിന്റെ on this. ആ ആടിന്റെ പേരെന്നെ അസസ്സേൽ. And that the name of that goat is അതെല്ലാം Azazel. വെച്ച് ആ തലയിലോട്ട് വെച്ച് ഈ പാപമെല്ലാം വരുത്തി കഴിയണം. ഈ ആടിനെയും കൊണ്ട് മരുഭൂമി കൊണ്ടുവന്നിട്ട് വിട്ടുകളയും. And മരുഭൂമിയിൽ you have to വിട്ടുകളയും. send this goat away into the wilderness. ഇപ്പൊ ഡിറക്ഷൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ആട് ഒരിക്കലും തിരിച്ചു വരത്തില്ല. അവിടെ വെച്ച് പാപം നഷ്ടപ്പെടുകയാണ്. മനുഷ്യരുടെ പാപമെല്ലാം നഷ്ടപ്പെട്ടു. And this goat doesn't know the direction, so it will get lost in the രണ്ടാമത്തെ wilderness. ആടിന്റെ തലയിൽ ഇതുപോലെ കൈവച്ച് പ്രാർത്ഥിച്ച് മനുഷ്യരുടെ പാപമെല്ലാം വരുത്തിയിട്ട് ആ ആടിനെയാണ് യാഗം കഴിക്കുന്നത്, മുറിക്കും. And the second goat, you lay hands and put all the sins of the people on it, and that is അത് sacrificed. കർത്താവിനുള്ള ചീട്ടാണ്. 9-ാമത്തെ വാക്യം നോക്കിയേ. കർത്താവിനുള്ള ചീട്ട് വീണ് കോലാട്ടുകൊറ്റനെ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. And Aaron shall bring the goat on which the Lord's lot fell and offer it as a sin offering. അസസ്സേൽ എങ്ങനെ ഇരിക്കുന്നത്? ജീവനോടെ നിൽക്കുമ്പം ഇവിടെ ഇത് യാഗമായി തീരുക. Azazel is alive, but this goat is sacrificed. അപ്പൊ ഇവിടെ ഈ രണ്ട് കാര്യങ്ങളാണ് യേശു കർത്താവ് ചെയ്യുന്നത്. Jesus did two things here. ഞാൻ മുമ്പേ 2 മരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കാം. യേശു കർത്താവ് പാപങ്ങളെ എടുത്തുകൊണ്ട് തൻ ആത്മാവിൽ ഏറ്റവും താണ അവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോയി. അസസ്സേൽ I spoke about 2 deaths that Jesus died. One, he took the sins of mankind and went down into Hades. മറ്റേ കോലാട്ടുകൊറ്റനാണ് യാഗമായി തീരുന്നത്. ആ കുരിശിൽ മരിക്കുന്ന ഈ പറയുന്ന യേശുവിന്റെ ശരീരം. And the other goat which became a sacrifice, that was Jesus' death on the cross. മറ്റേ ഒരു ടെമ്പററി കാര്യമാണ്. ഇത് പെർമനന്റ് ആയ ഒരു സൊല്യൂഷൻ തന്റെ പുത്രനെ അയച്ച് ദൈവം ഈ മനുഷ്യന്റെ വീണ്ടെടുപ്പിനായി അല്ലെ രക്ഷയ്ക്കായി മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ചെയ്തു. In the Old Testament was a temporary solution, but for a permanent solution God sent Jesus. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. റെസ്റ്റോറേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നു. To understand restoration, I went in detail. ഇവിടെയാണ് വാസ്തവത്തിൽ നമ്മളെ എല്ലാവരെയും യേശു കർത്താവിൽ കൂടി വീണ്ടെടുത്തപ്പോൾ ദൈവത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം നമ്മൾ ദൈവത്തിന്റെ മഹത്വം കാണണം. When God redeemed us, his ultimate purpose that we should see the glory of God. അപ്പൊ ഇവിടെ ഈ മഹത്വം കാണാൻ വേണ്ടി ഒരു പ്രോസസ് ഉണ്ട്. ഇതിനകത്തൊരു പ്രക്രിയയുണ്ട്. There is a process because of which we should എല്ലാം see ചെയ്തു glory. വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്വർഗത്തിലെ ദൈവം നമ്മളെ അംബാസഡറുമാക്കി മിനിസ്ട്രി ഓഫ് റിക്കൺസിലേഷൻ തന്നു. ഇതെല്ലാം നമുക്കുണ്ട്. എല്ലാം സ്വർഗത്തിൽ എന്തൊക്കെയുണ്ടോ തന്റെ മക്കൾക്ക് വേണ്ടി അതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. Whatever is in heaven is given to us. പക്ഷെ എനിക്കിത് മനസ്സിലാകണ്ടായോ? But I don't understand. എനിക്ക് മനസ്സിലാക്കുന്നതിന്റെ പേരാണ് പ്രോസസ് എന്ന് പറയുന്നത്. അതിനെ സഭയ്ക്കകത്തൊക്കെ ചർച്ചിലൊക്കെ വന്നിരുന്ന് കേൾക്കുമ്പോൾ മാത്രമേ ഇതിങ്ങനെ ആയിരുന്നോ എന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ തീരുമാനങ്ങൾ എടുക്കത്തുള്ളൂ. And it is a process by which we understand this and take decisions. ഹല്ലേലൂയ. Hallelujah. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് മനസ്സിലാക്കുമ്പോൾ ഒന്നാമതായി വരുന്നത് ഒരു കൺവിക്ഷൻ, ഒരു ബോധ്യപ്പെടലുണ്ടാകും. When we understand the process, first we get a conviction. ആ ബോധ്യപ്പെടലിനകത്താണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ കൺഫെഷൻ എന്ന് പറയുന്നൊരു കാര്യം, ഞാൻ ഇനി അങ്ങനെ ജീവിക്കാനുള്ള വ്യക്തിയല്ല. And when we understand the process, we get a conviction and we take some decisions. അവിടെ ഈ റിപ്പന്റൻസ് എന്ന് പറയുന്ന കാര്യം, റിപ്പന്റൻസ് എന്ന വാക്ക് ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ കുറ്റം ഏറ്റു പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി അങ്ങനെ ജീവിക്കാനുള്ള വ്യക്തിയല്ലെന്ന് ഞാൻ എന്നോട് തന്നെ പഠിപ്പിക്കുക. So I have to teach myself, tell myself that this is not how I ought to live. ഒന്നാമത്തെ കാര്യം കൺവിക്ഷൻ, ബോധ്യപ്പെടൽ ഉണ്ടാകണം. അതാ പ്രോസസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ മനം തിരിയണം. മെറ്റ് അനോയ എന്ന വാക്ക്, ചേഞ്ചിങ് മൈ മൈൻഡ്. The first thing is that we must have a conviction, then we should have a change. മനം മാറ്റമാണ് പലരും ചെയ്യാത്തത്. And this metanoia or ഹലോ, change ഇവിടെ of ശ്രദ്ധിച്ച്, mind is not. ബോധ്യപ്പെടൽ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ തന്നെ ഇരുന്ന് കേൾക്കുക, എല്ലാം ബോധ്യപ്പെടും, പക്ഷെ തീരുമാനം മാറ്റത്തില്ല. We all have the right understanding, but we are unwilling to change our decisions. അതുകൊണ്ട് സംഭവിക്കുന്ന കുഴപ്പമെന്ന് വെച്ചാൽ പുതുക്കപ്പെടൽ നടക്കത്തില്ല. ആ പുതുക്കപ്പെടൽ നടക്കേണ്ടത്. And because of that, renewal doesn't happen. പുതുക്കപ്പെടൽ നടക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തോ സംഭവിക്കുന്നത്, പരിവർത്തനങ്ങൾ സംഭവിക്കാതിരിക്കുക, ട്രാൻസ്ഫോർമേഷൻ, ക്യാരക്ടർ മാറത്തില്ല. And without renewal, our character is not changed. ഹല്ലേലൂയ. ഈ കൺവിക്ഷൻ, റിപ്പന്റൻസ്, മനം തിരിയല്, ബോധ്യപ്പെടല്, ഇതൊക്കെ സംഭവിച്ചില്ലേ പരിവർത്തനങ്ങൾ സംഭവിക്കില്ല. ക്യാരക്ടർ, സ്വഭാവം ഒരിക്കലും മാറത്തില്ല. So if we don't have a change of mind and renewal, our character is not changed. അതുകൊണ്ടാണ് റോമർ 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കണം. ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ആവശ്യമാണ്. 2 കൊരിന്ത്യർ 3:18 വാസ്തവത്തിൽ സംഭവിക്കണമെങ്കിൽ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നിങ്ങൾ കയറിപ്പോണം. മഹത്വം ദൈവം തന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ പല മഹത്വങ്ങളും മൂടുപടമായിട്ട് കിടക്കുകയാണ്, കാണാൻ പറ്റുന്നില്ല.
to go from glory to glory, to move the veil. എനിക്ക് ഈ രഞ്ജമോനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. കാര്യം ആശയപരമായ തടസ്സമാകാതെ എന്റെ കണ്ണിനെ മൂടിയിട്ടിരിക്കുക, ഞാനെങ്ങനെ സ്നേഹിക്കും? സ്നേഹത്തിന് തടസ്സമായിട്ട് വരും ആശയങ്ങൾ. These kind of doctrinal differences can become an obstacle to our love. കാര്യം ഞാൻ എൻ്റെ ആശയത്തോട് ചേർന്ന് കഴിഞ്ഞാൽ 10,000 രൂപ മാസം കൊടുക്കുമെങ്കിൽ എൻ്റെ ആവശ്യമില്ല, 1,000 രൂപ മതി. കാര്യം ഞാൻ കൊടുക്കേണ്ട നന്മകൾ പോലും കട്ട് ചെയ്ത് കളയും. So what happens is, if a person joins with me and agrees with me, I give him 10,000. Now if he disagrees, I choose to give him 1,000. We are cutting off blessings from the person. അമ്മാമ്മയെന്നൊക്കെ പഴം പിടിച്ച് ചുറ്റിപ്പട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മൾ അവർക്ക് സഹായിക്കാൻ തോന്നും. നമ്മളോട് എതിർത്ത് കഴിഞ്ഞാൽ പറയില്ല, 5 പൈസ നമ്മൾ കൊടുക്കത്തില്ല. If somebody opposes us, we don't bless the person anymore. കാര്യം ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾ സ്നേഹത്തെയൊക്കെ നിശ്ചയിക്കുന്നത്. Because we are basing our love on certain അതുകൊണ്ട് factors. ദൈവം വെച്ചിരിക്കുന്ന പുനഃസ്ഥാപനത്തിലേക്ക്, റെസ്റ്റോറേഷന് നമ്മൾ കയറാതെ നമ്മുടെ റെസ്റ്റോറേഷൻ സാധ്യമാകാതായി പോകുന്നു. And because of that, we are not able to step into the restoration God has kept for മാത്രമല്ല us. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ, പർപ്പസുകൾ, റെസ്റ്റോറേഷൻ പോലെ തന്നെയാണ് പർപ്പസ് കിടപ്പുണ്ട്. പർപ്പസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതായി പോകും. And we are not able to meet the purposes of God. അപ്പൊ എന്ത് പറ്റുന്നു? സംഭവിച്ചു നമ്മുടെ വ്യക്തിത്വം, ഐഡന്റിറ്റി പോയി. And so we lose our ഞാൻ identity. ഹൃദയത്തിൽ നിന്ന് പറയുക, കർത്താവേ, എനിക്ക് നീ വെച്ച ഐഡന്റിറ്റിയിലല്ല ഞാൻ നിൽക്കുന്നത്, എനിക്ക് ഐഡന്റിറ്റി നിൽക്കണം. Tell the Lord, അങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ ആ ഐഡന്റിറ്റി വരാൻ എന്നെ സഹായിക്കണം. I am not standing in the identity that you have given അതാ me. റിപ്പന്റൻസ് എന്ന് Help me. പറയുന്നത്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നം, എൻ്റെ കർത്താവേ നീ ഇടപെടണം, പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് അവിടേക്ക് നമ്മൾ പരിശുദ്ധാത്മാവിനോട് കരയണം ഇരുന്ന്. Oh, that is why we must ask the Holy Spirit to help us. We must എവിടെയോ എന്റെ cry. തടിച്ച ചിന്തകൾ കാരണം എന്റെ കണ്ണ് മൂടപ്പെട്ട് കിടക്കുക, നീ വെച്ച മഹത്വം എനിക്ക് കാണാൻ പറ്റുന്നില്ല. I am not able to see the glory of God because of എന്തോരം my puffed കഴിവ്, up heart. എത്രയോ പേര് നിങ്ങളിലൊക്കെ പലർക്കും എന്തെല്ലാം കഴിവുണ്ടാകും. നിങ്ങളുടെ കഴിവുകൾ യൂട്ടിലൈസ്ഡ് ആകാത്ത, യൂസ്ഫുൾ ആകാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? ഈ ചിന്തയാ, ഈ തടിച്ച ചിന്തയാ. You know, you all are blessed with so many talents, but it's not being fruitful because of your puffed up heart. ദൈവത്തിന്റെ മഹത്വത്തിനകത്തൊരു you have to discover it. അത് കണ്ടെത്തണം, നമ്മൾ കണ്ടെത്തണം. And in God's glory you must discover your talents. Discover your true purpose and identity in God's glory. ദൈവ മഹത്വത്തിനകത്ത് നമ്മുടെ പൂർണ്ണമായിരിക്കുന്ന വ്യക്തിത്വവും അതുപോലെ തന്നെ നമ്മളുടെ ഉദ്ദേശങ്ങളും ഇരിപ്പുണ്ടതിനകത്ത്. In God's glory is our true identity and purpose. അവിടെയാണ് എഫേസ്യർ 2:10 എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചത്. നമ്മളെ എന്തോ ആക്കി വെച്ചിരിക്കുകയാണ്? നമ്മളെ ദൈവത്തിന്റെ കൈപ്പണിയാക്കി വെച്ചിരിക്കുകയാണ്. That is why it says in Ephesians 2:10, we are God's workmanship. വർക്ക്മാൻഷിപ്പ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൈപ്പണി, പൊയ്മ എന്നുള്ള വാക്ക് കണ്ടോ, അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവൻ. നിങ്ങൾ മനസ്സിലാക്കിക്കേ, We are created in Christ we are Jesus to do good created in works. Christ Jesus. We are created in Christ Jesus for his workmanship. ദൈവത്തിന് ഏതാണ്ടൊക്കെ ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നത്. God has called us and created us for his work. നമ്മൾ വ്യക്തിപരമായിട്ട് ചിന്തിക്കുക, നമ്മൾ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക, ദൈവത്തിന് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. We are not living for God, we want to live for ourselves. നമ്മൾ നമ്മുടേതായിരിക്കുന്ന ഇസങ്ങൾ, നമ്മുടേതായ താല്പര്യങ്ങൾ, നമ്മുടേതായ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ വെച്ചിട്ട് ദൈവപ്രവൃത്തി നമ്മളിൽ കൂടെ വെളിപ്പെടുന്നില്ല. അതുകൊണ്ട് if we have our own likes and dislikes and tastes, God's work will not be revealed through ഏറ്റവും us. വലിയ അപകടമാണ് മനുഷ്യനും ചേരുമ്പോഴുണ്ടാകുന്ന ഹേറ്റ്രഡ് നമ്മളെ പലതിൽ നിന്ന് നമ്മളെ പുറമോട്ട് മാറ്റിക്കളയും. The biggest danger is a hatred that can develop in relationship that can lead us to destruction. നമ്മുടെ അകത്ത് വരുന്നത് I don't like him. You have this thought that I don't like a person. ഞാൻ പറഞ്ഞിട്ടില്ലേ, ആശയപരമായി ഇപ്പൊ ഒരു ഓമന പറയാം, പാസ്റ്റർ I don't follow all of your teaching but still I love you. So Omna Mama may say, I don't follow all of your teaching but still I love you. സത്യമായ കാര്യമല്ല. ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കണമെന്നില്ല. It's true, maybe you all don't agree and understand everything that I എല്ലാവർക്കും teach. എല്ലാം മനസ്സിലാവൂ. Everyone may not understand നമ്മളെല്ലാം ഒരു everything. ജേർണിക്കകത്ത്, ഒരു ട്രാവലിനകത്താണ്. ഇപ്പൊ ഇന്നത്തെ ദിവസം കയറി അവിടെ വന്ന് ജോർജ് ബ്രദർ അവിടെ ഇരിക്കുകയാണ്. ജോർജ് ബ്രദറിനെ എത്ര കണ്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എല്ലാ കാര്യം മനസ്സിലാക്കണമെന്നില്ല. അതിന്റെ അപ്പുറത്തായി ദൈവമേ, ഇതും ഒരു ദൈവത്തിന്റെ സൃഷ്ടിപ്പാണല്ലോ, ഇതും ദൈവത്തിന്റെ ഒരു പ്ലാൻ ആണല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മളിൽ ഒരു മാറ്റം സംഭവ്യമായി തീരുന്നത്. But beyond all the differences, if you are still staying there, is when God's work will be revealed in you. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ എന്നോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ, മോനെ കൊണ്ടല്ലേ വരത്തില്ലല്ലോ. Georgie brother loves me, that's why he came with his son. അല്ലേ, എന്ത് പറഞ്ഞു? ഇന്ന് രാവിലെ ജോൺസൺ പാസ്റ്റർ വിളിച്ച് പറഞ്ഞു, വണ്ടിക്ക് ഏതാണ്ട് കേടായതുകൊണ്ട് പാസ്റ്റർ എനിക്ക് വരാൻ പറ്റും. അതൊക്കെ നല്ല മനോഭാവമാണ്. വരത്തില്ലെങ്കിൽ അറിയിക്കുമല്ലോ.
Johnson pastor called and told me, vehicle has a problem, we won't come. ഈ വരത്തിനെ അറിയിക്കുക പറയുന്നതിന്റെ കാര്യം കർത്താവേ അതിനുള്ള മാർഗങ്ങൾ നീ ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഉത്തരവാദിയായിരിക്കാൻ ഞാനും പ്രാർത്ഥിക്കത്തില്ലേ? And when you tell me your problem, I'm responsible to pray for you. എനിക്കിപ്പോ എല്ലാവർക്കും ഞാനിപ്പോ കാർ കേടായെന്ന് പറഞ്ഞാൽ ഞാൻ പുതിയ കാർ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. I may not be able to buy a new car But for all I of can you. pray for him. അവർ 5 പേര് ഇവിടെ ചർച്ചിൽ ഇത്രയും ദൂരത്തിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്ന അവരുടെ വണ്ടിക്ക് തടസ്സമുണ്ടായി, കർത്താവേ നീ ഇടപെടണം എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഞാൻ പ്രാർത്ഥിക്കുമ്പോഴല്ലേ ചില കാര്യങ്ങൾ അൺലോക്ക്ഡ് ആകുന്നത്. Certain things will be unlocked when the responsible person prays over it. റിസൾട്ട് ഇൻ റെസ്റ്റോറേറ്റീവ് ഗ്ലോറി. ദൈവത്തിന്റെ മഹത്വത്തിനകത്ത് റിസൾട്ടുകളുണ്ട്. There are results in God's പ്രോസസ്സിനകത്ത് ആ പ്രക്രിയക്കകത്തൂടെ പോകുന്ന വ്യക്തികളുടെ ജീവിതത്തിനകത്ത് റിസൾട്ടുകൾ വരത്തുള്ളൂ. Only those who go through the process will enjoy the results. അവിടെ അറിയാതെ നമ്മൾ പോലും അറിയാതെ ഒരു ഇന്റിമസി ഉണ്ടാകുകയാണ്, And ഒരു an സ്നേഹം, intimacy ഒരു develops. സ്നേഹവായ്പ അവിടെ ഉണ്ടാകുകയാണ്. And especially അവിടെ നമ്മൾ intimacy develops there. കൂലിയല്ല നേരം നോക്കുന്നത്, മനസ്സിലായി? സ്നേഹം. There we look at love. അത് റെസ്റ്റോറേഷൻ ഇൻ ഹിസ് ഗ്ലോറി. ദൈവത്തിന്റെ മഹത്വത്തിനകത്ത് റെസ്റ്റോറേഷന്റെ വലിയൊരു കാര്യമാണ് ഇന്റിമസി എന്ന് പറയുന്നത്. ദൈവം നമ്മളെ ഒരിക്കലും മുഖം തിരിഞ്ഞ് നിൽക്കത്തില്ല നമ്മുടെ അടുക്കൽ. God never turns his face away നിങ്ങൾ from ആരെങ്കിലും us. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ദൈവം വിചാരിച്ച തരത്തിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ. Are we all according to the perfect അല്ല, plan of പക്ഷെ ദൈവം അപ്പൊ God yet? നമ്മളോട് മുഖം തിരിഞ്ഞിരിക്കുവെന്ന്. Is he turning his face away from us? വർഷമായി എടാ നീ 10-60 വർഷമായിട്ട് ഞാൻ പറഞ്ഞു ഒരു വാക്കുപോലും കേട്ടില്ല, പറഞ്ഞു ദൈവം തിരിഞ്ഞു നിന്നാ എങ്ങനെ ഇരിക്കും? What happens if God turns his face away because we are disobedient? നമ്മുടെ വീക്ക്നെസ്സും നമ്മുടെ ബലഹീനതകളും നമ്മുടെ എല്ലാ കുറവും അറിയാവുന്ന നമ്മളെ ഇപ്പോഴും സ്നേഹിക്കുന്നവനാണ്. He is a God who loves us despite our You develop weaknesses. your intimacy with God. ദൈവത്തോടുള്ള സ്നേഹത്തെ, ആഴത്തിലുള്ള ബന്ധത്തെ നമ്മൾ വളർത്തിയാൽ നമ്മളിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും. And if through all this, if we develop our intimacy with God, great changes will happen He is in us. always ready to enable His glory. അവൻ എന്തെല്ലാം ഉള്ള അതെല്ലാം നമ്മൾ ഇനേബിൾ ചെയ്ത് അവന്റെ എക്സ്പീരിയൻസ് എല്ലാം തന്ന് ഈ പ്രസൻസും മഹത്വവും അവന്റെ സാന്നിധ്യവും മഹത്വവും കാണണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഈ ദൈവം. God always wants us to enjoy his presence and his glory. അതുപോലെ തന്നെ അതിനകത്തുള്ള ഹോളിനെസ് ആൻഡ് റൈച്ചസ്നെസ്, വിശുദ്ധിയും നീതിബോധവും നമുക്ക് ഉണ്ടാകണം അതിനകത്ത്. And in glory we also have holiness and righteousness. മറ്റൊരു വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മറ്റു ഫലകരമായിരിക്കുന്ന അവസ്ഥ, ഫലവത്തായ അവസ്ഥയും അതുപോലെ തന്നെ ഉൽപാദനക്ഷമതയും, ഫ്രൂട്ട്ഫുൾനെസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, ഇതൊക്കെ വരണമെങ്കിൽ, നമ്മൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ ഈ പറയുന്ന പോലെ ഈ പ്രോസസ്സിനകത്തൂടെ, ഈ പ്രക്രിയയിൽ കൂടി പോയെങ്കിൽ മാത്രമേ ഇതെല്ലാം വെളിപ്പെട്ട് വരത്തുള്ളൂ. And we must go through this process to enjoy fruitfulness and productivity. അവിടെ നമ്മുടെ ജീവിതത്തിന്റെ ജീവിത ഉദ്ദേശം മനസ്സിലായാലും നമ്മൾ ഒരിക്കലും പ്രൊഡക്റ്റീവ് ആകത്തില്ല. നമ്മൾ അങ്ങനെ ഇരിക്കും. If you don't understand your life's purpose, you will never be productive. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും, നമ്മൾ ഉപയോഗപ്പെടാത്ത, എന്തുകൊണ്ട് ദൈവരാജ്യത്തിൽ ഉപയോഗപ്പെടാത്തത്? Why are we not used in the kingdom? നമുക്കറിയാം പർപ്പസ് നമുക്ക് മനസ്സിലാകുന്നില്ല, നമ്മുടെ വ്യക്തിത്വം മനസ്സിലായാലും, ദൈവം നമ്മളെ വിളിച്ചതിന് ഉദ്ദേശം മനസ്സിലാകത്തില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രയോജനപ്പെടുമായിരിക്കും, ദൈവരാജ്യത്തിൽ നമ്മൾ പ്രയോജനപ്പെടത്തില്ല. Because we don't understand the പല purpose for സ്ത്രീകളെ which നിങ്ങൾ he's ശ്രദ്ധിച്ചു, called us. സ്ത്രീകൾ ഇങ്ങനെ കഞ്ഞിയും കറിയും വെച്ച് തുണിയും നനച്ച് ഇങ്ങനെ വീട്ടിലും ചുക്കിലിയും അടിച്ച് ഇങ്ങനെ ജീവിതം പോകാം. ദൈവരാജ്യത്തിനകത്ത് അതല്ല. ദൈവരാജ്യത്തിനകത്ത് നിങ്ങളൊക്കെ ഫേബാമാരാ, നിങ്ങളൊക്കെ പ്രിസ്കില്ലമാരാണ്, അല്ലേ? നിങ്ങളെല്ലാം ദൈവരാജ്യത്തിനകത്ത് ഉപയോഗിക്കപ്പെടേണ്ടിവരാ. ചില കാര്യങ്ങൾ വന്ന് നിങ്ങൾ നിരാശപ്പെട്ടു പോകും. Certain things might make you discouraged, but you must rise up as Phoebas and Deborahs in God's kingdom. Living a productive life for God's kingdom. ദൈവരാജ്യത്തിനകത്ത് പ്രയോജനപ്പെടുന്ന ഫലവത്തായിരിക്കുന്ന ഒരു ജീവിതം നയിക്കേണ്ടിവരാ നിങ്ങളെല്ലാം. We must live a productive life in the kingdom. പിള്ളേർ നമ്മൾ ഇപ്പൊ ക്രിസ്മസ് ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിള്ളേർ എല്ലാവരും ആക്റ്റീവായി അവരവർ കഴിയുന്ന സാധനങ്ങൾ ചെയ്യും. ചിലർ ബലൂൺ വീർപ്പിക്കായിരിക്കും, അത്രയേ ഉള്ളൂ. അവനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അവൻ വീർപ്പിക്കുന്ന കൂട്ടത്തിൽ പതനം പൊട്ടിക്കുകയും ചെയ്യും. മനസ്സിലായോ? So when Christmas came, we all gathered together and did the little we could, and in every small way of decoration. പിള്ളേർക്ക് ഈ മണി വാല്യൂ ഒന്നും അറിയത്തില്ല, പൈസയുടെ ഒന്നും വില അറിയത്തില്ല. അത് ചുമ്മാ വെറുതെ അങ്ങനെ കാണിച്ച് നശിപ്പിച്ചു കളയും. Children don't know the value of money. Sometimes they destroy things. ഞാൻ കുറച്ചുകൂടെ മുമ്പേ ജനിച്ചതായതുകൊണ്ട് ഒരു സാധനവും, ഒരു മുട്ടുസൂചി താഴെ വീണാൽ ഞാനത് എടുത്ത് സൂക്ഷിച്ചു വെക്കും. ഒരു ചെറിയ നട്ട് കിട്ടിയാൽ, ഒരു വാഷർ കിട്ടിയാൽ, പഴയതാ ഒരു ആണി കിട്ടിയാൽ ഞാനത് എടുത്ത് വെക്കും. I take care of even a small pin that falls on the ground. ഒരപ്പൻ എന്നോട് വലിയ സങ്കടത്തിൽ പറയുന്നത്, പാസ്റ്ററെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഫോൺ താഴോട്ട് വീണ പോയെങ്കിലും വേറെ വാങ്ങിക്കാന്ന് പറഞ്ഞു. One father told me to pray for ഞാൻ പ്രാർത്ഥിക്കണം his son. She said if മോക്ക് സുബോധം വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. പിള്ളേരെങ്ങനെ ഡോണ്ട് കെയർ, യൂസ് ആൻഡ് ത്രോ പിള്ളേരെ. അതല്ല,
Children they don't care. They have ഞാൻ this ഈ use and throw പല attitude. സാധനം സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് വെൽഡിങ്ങിന്റെ ഒക്കെ ആവശ്യം വരുമ്പോൾ എനിക്കൊരു കുറ്റി ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് കുറ്റി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എന്നെ കിട്ടും. ഞാൻ അതുകൊണ്ട് കുറ്റി പോയി വാങ്ങിക്കത്തില്ല, ഞാൻ ഉണ്ടാക്കും അത്. I make things, I weld things and I make things. ഒരാഴ്ച നോക്ക് എല്ലായിടത്തൊക്കെ പാസ്റ്റർ കുറ്റി ഇട്ടോ ഉണ്ടാക്കി കുറ്റി ഇടേണ്ടതായിരുന്നെന്ന് പറയുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇത് നമ്മൾ ഒരിടത്തും പോയി ഒരിടത്ത് ITL ഒന്നും പോയി പഠിച്ചതല്ല ഞാൻ. നമ്മുടെ അകത്ത് ചില കപ്പാസിറ്റി ഉണ്ട്, അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. There are certain capacities in us we must develop. ദൈവരാജ്യത്തിനകത്ത് യേശു എന്തിനാ ആശാരിയായിട്ടിരുന്നത്? Why was Jesus a carpenter in God's നിങ്ങൾ kingdom? യേശു എന്തിനാ ആശാരിയായിട്ടിരുന്നത്? Why was Jesus a carpenter? നമ്മുടെ നട്ടും ബോൾട്ടും മുറുക്കാൻ വേണ്ടിയാണ്. To tighten our nuts and bolts. അതൊക്കെ അത് കാണിച്ച് നമുക്കൊരു മോഡലാണ്. യേശു പറയുന്നത് ഞാൻ 30-ാമത്തെ വയസ്സിൽ പുറത്തിറങ്ങി വരും എന്ന് പറഞ്ഞാൽ ആരും പറയത്തില്ല അവൻ തിന്നും കുടിച്ച് വീട്ടിൽ ഇരുന്നവനാന്ന് പറയത്തില്ല. Because when I come out in the 30th year, no one will say I was ആശാരി not കുടുംബത്തിൽ who didn't do ജനിച്ചവൻ any work. എന്തെങ്കിലും ഒടിഞ്ഞ കസേരയിലും അവൻ പണിതിട്ടുണ്ടായിരിക്കും അല്ലേ, എന്തെങ്കിലുമൊക്കെ റിപ്പയർ He ചെയ്തിട്ടുണ്ട്. might have repaired at least a broken chair. He is actually a repairer. നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ശരിയാക്കുന്നവനാ യേശു. He is a repairer of our lives. മാത്രമല്ല ഇപ്പൊ ഇവിടെ ആണെങ്കിൽ തന്നെ പഴയ ഒത്തിരി കസേരകൾ എടുപ്പില്ല, അത് ഞാൻ അങ്ങനെ കെട്ടിയും വെച്ച് തൂത്തി കളഞ്ഞ് വെറുതെ കളയണ്ടല്ലോ, നല്ല തേക്കിന്റെ സാധനം കളയണ്ടെന്ന് പറഞ്ഞാൽ ഇത് പിള്ളേരൊക്കെ കാണുന്നുണ്ടെ പറയാം കൊണ്ട് ഇട്ടിരിക്കുക പഴയ സാധനം എല്ലാം കൂടെ. നീ ഇരിക്കാൻ നേരത്തെ എന്തോത്തെ കയറിയിരിക്കും, അത് കെട്ടിവെച്ച് റിപ്പയർ ചെയ്ത് റിപ്പയറായെങ്കിൽ മാത്രമല്ലേ ചിലതിനൊക്കെ റിസ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. Unless you become a repairer, how can you restore certain things? നിങ്ങൾ മനസ്സിലായ റിപ്പയറിങ്ങും റെസ്റ്റോറേഷൻ എന്ന് വെച്ചാൽ പണിതെടുക്കുന്നതും പുനഃസ്ഥാപിക്കുന്നതും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. Creation and No, restoring. not creation, repairing. Repairing and restoration are connected. പണിതെടുക്കുക. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പണിതെടുക്കണം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരെ പണിതെടുക്കാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. God has given us the grace to repair people around ഒരു us. പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, They 3 don't പ്രാവശ്യം listen to പറഞ്ഞു, us അതിന് once, കേൾക്കത്തില്ല twice. അവര്. 4 പ്രാവശ്യം പറയാൻ ക്ഷമ നമ്മുടെ അകത്താണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. We നമ്മുടെ ക്ഷമ must have the പോവുക. patience to tell them 4 times. എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്ത മനുഷ്യനായിരുന്നു, എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തത്. I am a person with the least patience. പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പേഷ്യന്റ് ആയിട്ടിരിക്കുമായിരുന്നു. So I became a patient. മനസ്സിലായി. കാര്യം എനിക്ക് ഈ പറയുന്ന പോലെ ഏനക്കേടുകളും ദീനവും ഇതുണ്ടോ ഇല്ല, ക്ഷമയില്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥനായിരുന്നു. I was sick because I was impatient. അപ്പൊ ഈ കർത്താവ് നമുക്ക് ക്ഷമ തരും, ക്ഷമ God will give us പഠിപ്പിക്കും. patience. God will അല്ല teach us പിന്നെ നിങ്ങളെ കൊണ്ട് patience. കിടക്കോ ഞാനിങ്ങനെ അല്ലേ, ക്ഷമ കർത്താവ് തരും. God will give us patience. എന്നെ പേഴ്സണലി എതിർത്ത് എത്രയോ പേരുണ്ട്. So many people who oppose ഈ me. അടുത്ത ദിവസങ്ങളിൽ അനാവശ്യമായ വാക്കുകൾ പറയുന്നവരുണ്ട്. അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന അനാവശ്യ വാക്കുകൾ. There are people who speak ill of me here and there. ഓരോരുത്തരെ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിന് ഭയങ്കര ക്ഷതം ഉണ്ടാകുന്നു. It hurts our heart. നമ്മുടെ ഹാർട്ട് അവർ മനസ്സിലാക്കുന്നില്ല, They don't നമ്മുടെ understand ഉദ്ദേശം the heart. മനസ്സിലാക്കുന്നില്ല. They don't understand our purpose. അത് മനസ്സിലാക്കുന്നില്ല. വേദന ഉണ്ടെങ്കിലും നമുക്ക് ക്ഷമിക്കാൻ, അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ കർത്താവിന്റെ കൃപയുണ്ട്. Although it hurts, God gives us a grace to overcome. വേദനകൾ വരും, മനുഷ്യരല്ലേ, വേദനകൾ വരും. It hurts us. കാര്യം നമ്മൾ പല കമ്മിറ്റ്മെന്റിന്റെ ഇടയിലാണ്. ഈ പറയുന്ന ചർച്ച എന്ന് പറയുന്ന കമ്മിറ്റ്മെന്റ്, ആൾക്കാരോടുള്ള കമ്മിറ്റ്മെന്റ്, അതെല്ലാം ചെയ്തു വരുമ്പോൾ ഇതിന്റെ എല്ലാം എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറ്റപ്പെടുത്തലുകളായി പോകും. And when we fulfill certain commitments of church and other people, end result, if we see accusation, it hurts us. Actually what you lost there, നഷ്ടപ്പെടുന്ന സാധനം എന്താ പറയാ, ജോയ്. And what we lose is joy. നമ്മുടെ അവസാനത്തെ ഈ ആ പ്രോസസ്സിനകത്ത്, റിസൾട്ടിനകത്ത് അവസാനം ഇതെല്ലാം നമ്മൾ പാലിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ലൂസായി പോകുന്ന സാധനം ജോയ് ആയിരിക്കും. സന്തോഷം പോയി, ആഹ്ലാദം പോയി നമ്മുടെ. And final thing that we can lose is joy. ആഹ്ലാദം പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നഷ്ടപ്പെടുന്ന സാധനം എന്ന് പറയാം, ആരാധന നഷ്ടപ്പെടും. And when your joy is lost, worship is അത് lost. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ യാന്ത്രികമായിട്ടാണ് നിന്ന് ആരാധിക്കുന്നത്. And so often we worship mechanically. ഇവിടെ നിന്ന് പാട്ടുപാടും പറഞ്ഞ കരങ്ങൾ ഉയർത്തിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ, നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ കാണണം, ഒരു കരം ഉയർത്തിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ കൈ കൂടെ പോകും. When I tell you to lift hands, everyone സ്വന്തമായിട്ട് പോകാൻ ആർക്കും അറിയത്തില്ല. Nobody knows to lift hands by themselves. ആരാധിക്കുന്നവന്റെ കരം ഉയർന്നായിരിക്കേണ്ടത്. Those who worship should have their hands lifted high. മനസ്സിലായി. ആരാധിക്കുന്നവന് ചുമ്മാ നിന്നിങ്ങനെ മയിൽക്കുറ്റി പോലെ നിന്നല്ല ആരാധിക്കുന്നത്, അവന് ശരീരം കൊണ്ട് ദൈവത്തെ അല്ലെ, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. You must worship God with your bodies. 1 കൊരിന്ത്യർ 6:20 എഴുതിയിരിക്കുന്നത് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. 1 Corinthians 6:20 says, therefore glorify God with your body. സ്റ്റഡിയിലേക്ക് വടി എന്ന് പറഞ്ഞ ഒറ്റ നീപ്പ. But you're standing there like a stick. ഇനിയിപ്പോ ആര് പറഞ്ഞാലും നമ്മൾ അനങ്ങത്തില്ല. You don't shake. നമുക്കത് നാണക്കേട് പോലും തോന്നും. Because we feel ashamed. ഒന്നാമത്തെ കാര്യം, ഏജ് ഒക്കെ ആയി കഴിയുന്നുണ്ടെങ്കിൽ, ഇച്ചിരി പ്രായമൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഒരു സ്ഥാനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ട് അങ്ങനെ അനങ്ങാൻ പറ്റുമോ?
Especially when you cross a certain stage and you think there is a position in the society, you don't want to move. ദൈവം വിചാരിച്ച എന്നെ അനക്കാൻ പറ്റത്തില്ല. Even if God thinks I won't move, ഞാനങ്ങത്തില്ല. I won't move. അത് ജോയ് ഇല്ലാത്ത സന്തോഷം, That's because you don't have joy. ആഹ്ലാദം അകത്ത് വരാത്തത് കൊണ്ട് നമുക്ക് വർഷിപ്പ് വരത്തില്ല. Because you don't have joy, you don't feel like ഞാൻ worshiping. പറഞ്ഞു വന്നത് റെസ്റ്റോറേഷൻ എന്ന് പറയുന്നതിനകത്ത് ഗ്ലോറി വെളിപ്പെടണം. Because glory should be revealed in restoration. ആ വാക്കുകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് ഷഡാഷ്, ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം 1-ാം തീയതി രാത്രിയിൽ ഏർലി മോർണിംഗിൽ പറഞ്ഞ ഷഡാഷ് എന്നുള്ള വാക്കാണ്. ഷഡാഷ് എന്ന വാക്കെന്ന് പറഞ്ഞാൽ ഹി വാണ്ട്സ് ടു മേക്ക് എവറിഥിങ് ന്യൂ. എല്ലാം പുതുതാക്കണം. പുതുതാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയത് റിപ്പയർ ചെയ്ത് വെക്കുന്നല്ല, അത് പോയോ വേറെ പുതിയത് വരും. We heard certain words about this in the New Year service. One is Shadash, which means making everything new. That is a Hebrew word. അതിന്റെ ഗ്രീക്ക് വേർഡ് കൈനോസ് എന്നാണ്. കൈനോസ്. The Greek word is kainos. Unprecedented, unheard of. ഇതൊക്കെയാണ് ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. And what unprecedented, unheard of things will happen. മറ്റൊരു വാക്കാണ് നിങ്ങൾ കേട്ടത് അറൂഖ, ശരീരത്തിന്റെ സൗഖ്യങ്ങൾ. Another word that you heard is aruka, physical healing. നിങ്ങൾ ഈ രോഗിയായിരിക്കണം, ദൈവത്തിനൊരു ആഗ്രഹമില്ല കേട്ടോ ആരും. God doesn't desire അതിന് that you വേണ്ടുന്ന be കാര്യം sick. ദൈവം ചെയ്തു. God has done എവിടെ what is തന്റെ പുത്രനെ required. മരക്കുരിശിൽ യാഗമാക്കി തീർന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമ്മുടെ എല്ലാം ശരീരത്തിൽ ഈ പറയുന്ന പേരുകളുടെ എല്ലാം മുകളിൽ അവന്റെ പേരാക്കി വെച്ചു. നമ്മളെ വിടുവിച്ച് രക്ഷിച്ചതാണ്. The Lord has delivered us and saved us and kept His name above all other names. മറ്റൊരു കാര്യമാണ്, നീ ഇതുവരെയും ചെയ്തതിന്റെ സമയം ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ സമയത്തല്ല റെസ്റ്റോർ ചെയ്തോണം. And God has also made a way for us to restore the time that we അതുപോലെ lost. തന്നെ മറ്റൊരു കാര്യമാണ്, പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പണം അവൻ തിരികെ തരും. If you've lost money, He will restore it to us. അതുപോലെ തന്നെ നിന്റെ നഷ്ടപ്പെട്ട ജോലികൾ, നിന്റെ നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ ഇതെല്ലാം മടക്കി തരാൻ മതിയായവനാണ്. God is able to restore a position and jobs that we have lost. പ്രോപ്പർട്ടി വസ്തുവകകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മടക്കി തരാൻ മതിയാവനാണ്. ഒത്തിരി God is വാക്യങ്ങളുണ്ട്, ഞാൻ able to സമയമില്ലാത്തതുകൊണ്ട് restore പറയാം. the property that we've lost. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ കൂടെയുള്ള നടപ്പ് അവൻ പുതുക്കും. And God will renew our walk with Him. ബാക്കി ഒരു കാര്യം നടന്നില്ലെങ്കിലും ദൈവത്തിന്റെ കൂടെയുള്ള നടപ്പ് എല്ലാ ദിവസവും പുതുക്കപ്പെടാൻ ആഗ്രഹിച്ചാണ്. At least desire that your walk അത് with the Lord റെസ്റ്റോർഡ് is ആകണം. renewed. ഇന്ന് ഈ കേൾവിക്കകത്തൂടെ നിന്റെ ദൈവിക നടപ്പ് റെസ്റ്റോർഡ് ആകണം. And through the right hearing, our walk with the Lord is renewed. അങ്ങനെ നടക്കുന്നത് ഇപ്പോൾ പുതുക്കപ്പെട്ടാലുള്ള ഗുണം എന്താണെന്നറിയോ? കണ്ണിന്റെ അകത്തെ ചെതുമ്പല്, ശൗലിനെ നോക്കി, ശൗല് പൗലൂസ് ആകുന്നത് കണ്ണിലെ ചെതുമ്പല് പോയി ഗ്ലോറി കണ്ടു. And just as how Saul saw the glory after the scales were removed from his eyes, we will അതുവരെ be എന്ത് able to വരുന്ന see. അയാളുടെ കണ്ണിനകത്ത് ഉണ്ടായിരുന്ന എന്തുവായിരുന്നു അതുവരെ? Until then, what did he have in his eyes? ന്യായപ്രമാണത്തിന്റെ ചെതുമ്പലിരിക്കുന്ന സ്കെയിൽ അല്ലേ, ചെതുമ്പല് കയറിയിരിക്കുന്ന ന്യായപ്രമാണത്തിന്. Until then, he had the scale of the law in his അതുകൊണ്ട് താഴെ eyes. വീണപ്പോ എന്തോ കണ്ടത്? When it fell down, what did he see? അതുകൊണ്ട് താഴെ വീണപ്പോഴത്തേക്ക് കണ്ടത് യേശു കർത്താവിനെ നേരിട്ട് കണ്ടു. He saw Jesus face to face. ആരാ കർത്താവെ നീ ചോദിക്കും, നീ He ആരാ? said, "Who are you, Lord?" അപ്പൊ കർത്താവിന്റെ മറുപടി കേട്ടില്ല, ആരും കേൾക്കാത്തതുപോലെ. അവിടെ ചിലർക്ക് വലിയ ശബ്ദമാവുന്നെങ്കിൽ പൗലോസ് കേൾക്കുന്നില്ല, നീ ഉപദ്രവിക്കുന്ന യേശു ആണ്. I am Jesus whom you persecute. പറഞ്ഞ യേശുവിനെ എവിടെ ഇവൻ ഉപദ്രവിച്ചത്? Where did he persecute Jesus? ഇവൻ ചർച്ചിനെ ഉപദ്രവിച്ചു കാണാ. ചർച്ചിനെ തൊട്ടാൽ യേശുവിനെ തൊട്ടതുപോലെ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, Tell the person next to you, if you touch the church, you are persecuting Jesus. നിങ്ങൾക്ക് മനസ്സിലായോ? ചുമ്മാ പറഞ്ഞ അവിടെ ഇവിടെ നടന്നു, അതും ഇതൊന്നും പറയരുത്. Please don't talk ill about the church. Harming the body of Christ. കർത്താവിന്റെ ശരീരത്തെ നീ തൊടുന്നത്. You are touching the body of Christ. ആവശ്യമില്ലാത്തൊന്നും പറയാം. അടുത്തിരിക്കുന്ന കൈ Don't talk things unnecessarily about your church, even out of ignorance. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് കർത്താവിന്റെ ശരീരം. God, Jesus loves his body. His head is prepared. അവന്റെ തല ഒരുക്കപ്പെട്ടിരിക്കുക. And his head is prepared. അതുകൊണ്ട് അവൻ ശരീരം എപ്പോഴും നോക്കണം. നിങ്ങളെല്ലാം തലമുടി രാവിലെ ചെയ്യട്ടല്ലേ വന്ന്? You all have combed your ചീകാത്തവരും hair. ഉണ്ട് ഇതിനകത്ത് അല്ലേ? ചീകാത്തവരൊക്കെ ഇരിപ്പുണ്ട്. തലയുണ്ടെങ്കിലും മുടി ചീകയില്ല. എന്ത് ചെയ്യാൻ പറ്റും? ചീകാത്ത എന്തുകൊണ്ടാ? ഇല്ലാത്തത് കൊണ്ട്. മനസ്സിലായി? അല്ല എന്തിനാ അങ്ങനെയൊക്കെ വരുന്നത്? എല്ലാം വൃത്തിയായിട്ട് വരുന്നതിന്റെ കാര്യം എന്തോ? Why do we keep our hair, the proper hair combed? നമ്മള് ഷർട്ടല്ല നല്ല വില കൂടിയ ഷർട്ടൊക്കെ ഇട്ടു, തലമുടി ചെയ്യില്ല, എങ്ങനെ ഇരിക്കും? Wearing a good shirt, ഇപ്പോഴത്തെ but പിള്ളേർക്ക് don't comb your hair. അതാ ഫാഷൻ പറഞ്ഞു. ഇങ്ങനെ ചന്തുവൊക്കെ വരുന്നതിൽ കക്കൂസ് എഴുതുന്ന ബ്രഷ് പോലെ തലമുടി തലയിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു പിടിച്ച് ആ ടോയ്ലറ്റ് കൊണ്ട് ക്ലോസറ്റ് അങ്ങ് കഴുകാൻ തോന്നും. ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര സ്റ്റൈലാന്നാ വിചാരം. ഒരു കുഴപ്പമില്ല, നിനക്ക് ചേരുന്നുണ്ട് ഇവിടെ ആയതുകൊണ്ട്. അറിവിലുള്ളവരെ ഞാനിപ്പം പിടിച്ചങ്ങ് കഴിയിച്ചാണ് ഞാൻ. ശ്രദ്ധിച്ചു നോക്കിയാ മുടി എന്തിനാ ചീകുന്ന എല്ലാവരും?
Why do we comb our hair? എല്ലാം നമ്മൾ ഇരിക്കുന്ന എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ടേച്ച് അവസാനം പോയി കണ്ണാടിക്കകത്ത് ഒന്നുകൂടെ നോക്കി. എവിടാ രാവിലെ മുഖമൊക്കെ കഴുകി കണ്ണൊക്കെ കഴുകിയാലും കണ്ണേൽ എന്തോലും ഇരിപ്പുണ്ടോ നോക്കിയില്ലേ? ഇല്ല. മൂക്കൊക്കെ നോക്കിയില്ലേ? ആരെങ്കിലും മുമ്പിൽ പോയി നിൽക്കുന്നതാണ്. ചിലരെയൊക്കെ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നതാണ്. ഡോൺ കെയർ ആൾക്കാർ ഒത്തിരി ഉണ്ട്. പിന്നെ ഇങ്ങനെ പരസ്യമായിട്ട് ഇന്നേച്ച് 3 ഭാഗം ഒരുമിച്ച് ചൊറിഞ്ഞില്ലേ അവർക്ക് സമാധാനമില്ല. അതൊരു ശീലങ്ങളാണ്, ഓരോരുത്തർ ഉണ്ടാക്കുന്ന ശീലമാണ്. ഞാൻ ഈ മനുഷ്യരെ പഠിക്കുന്ന ആളായതുകൊണ്ട് അടുത്തത് എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയാം. ഇവിടെ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ആയിരിക്കും, അല്ലേ? പിന്നെ ഇവിടെ ആയിരിക്കും, പിന്നെ അതിവിടെ വരികയും ചെയ്യും. നമ്മളുണ്ടാക്കുന്ന ഓരോ ശീലങ്ങൾ ഈ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ എവിടെ നിന്ന് പരസ്യമായിട്ടൊക്കെ നിന്ന് ചൊറിഞ്ഞം കാണിക്കുന്നതാണ്. എവിടമായി ചൊറിയുന്നെന്ന് പോലും അവർക്കറിയത്തില്ല. ഇങ്ങനെ ചർച്ചിലൊക്കെ വന്നിരിക്കുമ്പോൾ ഇപ്പം ഞാൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആരും ചൊറിയത്തില്ലെന്ന് എനിക്കറിയാം. ഗോൾഡ് മൈനിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. എന്നിട്ട് പിന്നെ ഇത് എവിടെ കളയണമെന്നുള്ള ഇങ്ങനെ നടക്കുക. കാരണത്തൊക്കെ കയറിയിരിക്കുകയാണ്. ഞാൻ കയ്യാൻ ഞാൻ വെട്ടും. കാരണത്തൊക്കെ കയറിയിട്ട് അവിടോട്ട് അങ്ങ് ഇടുക, ചൊറിഞ്ഞ് വെച്ച്. ഇനിയും വണ്ടിക്കകത്ത് കയറുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടിയാ. നമ്മളിതല്ലേ ഓർക്കത്തില്ല, മറന്നു. നമ്മുടെ ഡീസൻസി, നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന എങ്ങനെ, നമ്മളെ തന്നെ എങ്ങനെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് മറ്റുള്ളവർ മുമ്പിൽ. ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി നന്നായില്ലേ? കണ്ടോ, അതാ പറഞ്ഞു, ചൊറിഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നല്ല. അറിയില്ലേ? ആരെങ്കിലും അഡ്രസ് ചെയ്യണം ചില വിഷയങ്ങളെ. വേദപുസ്തകം മാത്രമല്ല, നമ്മുടെ ജീവിത ശൈലികളെ, ലൈഫ് ആപ്ലിക്കേഷൻസ്, ജീവിത ക്രമങ്ങളെ ആരെങ്കിലും പറഞ്ഞു തരണ്ടായോ? Someone has to teach us our lifestyle and how we should be. അടുത്തിരിക്കുന്ന മനുഷ്യനെ ദൈവാംശമുള്ള മനുഷ്യനായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. If we can't look at the other person. നമ്മുടെ രമേശിന്റെ ഫ്രണ്ട് അല്ലേ ഇരിക്കുന്നത്? അല്ലേ? അല്ല, അതാ ഞാനതല്ലേ നല്ല പരിചയം വിചാരിച്ച്. ഇങ്ങനെ ഇവിടെ വന്നിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഷിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അല്ലേ? എന്തോ പേരെന്തോ വരുന്നു? കേൾക്കത്തില്ല. ബീന എവിടെയെങ്കിലും ചർച്ചിൽ പോകുന്ന ആളാണോ? ഏത് ചർച്ചിലാണ്? അല്ല, പള്ളി ആയിരിക്കല്ലേ? ഏത് ചർച്ചാന്ന് ചോദിച്ചത്. ഇത് പള്ളിയല്ലേ? ഇതന്നെ അമ്പലം പോലെ തോന്നിയോ? മർത്തോമ ആയിക്കോട്ടെ. ഏതാ പള്ളി? മേമന, വേങ്ങലോ, മേമല, ആയിക്കോട്ടെ. മാമലയിൽ മേമല. ഒരു കാര്യം മനസ്സിലായോ? യേശു കർത്താവ് കുരിശിൽ മരിച്ചത് ഇപ്പം മർത്തോമയാന്നോ യാക്കോബയാന്നോ ഓർത്തഡോക്സ് ഒന്നും എൻ്റെ വിഷയമല്ല. നീ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടോ? നിന്റെ ജീവിതം അവന് വേണ്ടി സമർപ്പിച്ചതാണോ? നീ മഹത്വം കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? എനിക്കിപ്പം ആരെയും ഒന്നും മാറ്റാൻ ഒക്കത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, മഹത്വം നീ കാണാൻ ആഗ്രഹിച്ചാൽ നിന്റെ നഷ്ടമായതെല്ലാം മടക്കി. If you long to see his glory, everything that you lost will be restored. അവനെല്ലാം മടക്കി തരാൻ കഴിയുന്നവനാണ്. He is able to restore everything back to us. ആമേൻ, ഹല്ലേലൂയ. ഇഷ്ടമുള്ളതെല്ലാം അവൻ ഇഷ്ടമുള്ളതെല്ലാം തരും. Everything that he loves he will give us. അതാ പ്രസൻസ് നമ്മൾ മനസ്സിലാക്കി, അവന്റെ സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സമ്മാനങ്ങൾ അതിനകത്തുണ്ട്. There are so many gifts in his presence. യേശു വഴി നടത്തും. He will lead us. പറഞ്ഞു ഹല്ലേലൂയ. യേശു വഴി നടത്തും. ആഗ്രഹത്തോടെ പറഞ്ഞു നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ 5-ാം തീയതി 2025 5 ദിവസം അങ്ങോട്ട് മുമ്പോട്ട് പോവുക. ഇനിയുണ്ട് 360 ദിവസമുണ്ട്. Still there are 360 days. ഈ 360 ദിവസത്തിനകത്ത് നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ടേ അടങ്ങത്തുള്ളൂ. You must see the glory of God in these 365 days. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് കാണണം. In every situation God's glory should be revealed. ഒരു വാക്കായിട്ട് ഒരു ഗ്ലോറി എന്ന് പറഞ്ഞ ഒരു മഹത്വം എന്ന് പറഞ്ഞ ഒരു വാക്കായിട്ട് ഇരിക്കാതെ ആ മഹത്വം വെളിപ്പെടുന്നത് നിങ്ങൾ കാണും. This glory should be revealed. Let it not be a അതിനുള്ള ഒരു തുടക്കമായിട്ട് ഈ ആദ്യത്തെ ഞായറാഴ്ച നിങ്ങൾ കണ്ടേ. Then see this first Sunday as a beginning. ആമേൻ, ഹല്ലേലൂയ. ഇന്നത്തെ ഞായറാഴ്ച അതിന്റെ കർട്ടൻ റൈസർ ആയിട്ട്, അതിന്റെ ആമേൻ തിരശ്ശീലകൾ ഉയരുന്ന ആമേൻ ഞായറാഴ്ചയായിട്ട് നിങ്ങൾ കണ്ടാട്ടെ. Let this be a curtain raiser Sunday. ഹല്ലേലൂയ. ജീവിതത്തിലേക്ക് നോക്കി പറഞ്ഞാട്ടെ, എന്റെ ജീവിതം ഞാൻ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിൽ കൂടി അങ്ങയുടെ മഹത്വം മറ്റുള്ളവർ കാണണം. I might
played with my life, but through my life I desire that കർത്താവ് you നമ്മളെ should reveal your യേശു glory. കർത്താവ് അതിനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നീ ലോകത്തിന്റെ വെളിച്ചമായിട്ടിരിക്കണം. And so Jesus said, you should be the light of the world. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് അത് നമുക്ക് വേണ്ടി കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. And he's handed it over to us. അത് യോഹന്നാൻ 17-ാം അധ്യായത്തിന് 22-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പിതാവ് എന്നെ ഏൽപ്പിച്ച മഹത്വം ഞാൻ എന്റെ മക്കൾക്ക് നൽകിയിരിക്കുകയാണ്. John 17:22 says, the glory which you have given me, I have രാവിലെ given it to വിശ്വസിച്ച് them. കർത്താവ് പിതാവായ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേലെല്ലാം പകർന്നിരിക്കുകയാണ്. And Father has given his glory to all of us. പക്ഷേ ആ മഹത്വം നമുക്ക് കാണാൻ കഴിയാത്തതിന്റെ കാര്യം നമ്മുടേതായ ചിന്തകളാണ്, നമ്മുടെ സ്വയമാണ്, നമ്മുടേതായ ഇഷ്ടങ്ങൾ ആ മഹത്വത്തെ വെളിപ്പെടുത്തുന്നില്ല. Our own self, our own thoughts block this glory. അതുകൊണ്ട് നീ പലയിടത്തും തോറ്റുപോയി. ഇനി നീ തോൽക്കാനുള്ള വ്യക്തിയല്ല, മഹത്വത്തിൽ നീ ജയിച്ചു നിൽക്കണം. And so you failed in many areas, but now you must be victorious in this glory. അതുകൊണ്ട് പറയുന്നത്, ഒരുത്തൻ പറയാ, എന്റെ പുരയ്ക്കകത്ത് വരാൻ നീ എനിക്ക് യോഗ്യതയൊന്നുമില്ല, എന്റെ പുരയ്ക്കകത്ത് നീ ഇവിടെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ദാസൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞ ബോധ്യത്തിലേക്കൊന്ന് വന്നാട്ടെ. And that is why somebody said, I'm not worthy that you should come to my ശലോമോൻ home. But ആലയം speak a word, my servant will be ശലോമോൻ healed. ആലയം ഉണ്ടാക്കിയപ്പോൾ ആലയത്തിന്റെ പേര് ശലോമോന്റെ ആലയം എന്നാണ്. Solomon made a temple and it was called Solomon's പിന്നീട് temple. നാശം സംഭവിച്ചു, അത് പുനഃസ്ഥാപിച്ചപ്പോൾ സെരുബാബേൽ പണിത ആലയം എന്നായി അതിന്റെ പേര്. Later when it was restored, it was Zerubbabel's പിന്നെയും temple. അതിനകത്ത് ക്ഷതങ്ങളുണ്ടായി, റൂയിൻഡായപ്പോൾ ഹെരോദാവ് പണിത ആലയം എന്നായി അതിന്റെ പേര്. And later again when it was ruined and നിങ്ങൾ restored, it became ശ്രദ്ധിച്ച് Herod's അതിന്റെ temple. ഇപ്പുറത്തോട്ട് മാറുന്നുണ്ട്. യേശു പറയുകയാണ്, ഈ ആലയം ആമേൻ പൊളിഞ്ഞു പോകും, ഞാൻ ഒരു സഭയെ പണിയും, എന്റെ സഭ പാതാള ഗോപുരങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത സഭയായിരിക്കും. അത് ഞാനും നീയുമാണ്. And beyond all that, Jesus says, I will build my church and the gates of hell shall not prevail over it, and that is you and me. ശലോമോന്റെ ആലയത്തിൽ മഹത്വം കാണുമായിരിക്കും. യേശു പറയുന്നത് അങ്ങനെയല്ല. 2-3 പേര് കൂടുമ്പോ ഞാൻ ചിലപ്പം വരാമെന്നല്ല പറഞ്ഞ, 2-3 പേര് എന്റെ നാമത്തിൽ എവിടെയെങ്കിലും കൂടിയാൽ I am there, ഞാൻ അവിടെ ഉണ്ടായിരിക്കും. In Solomon's temple, God's glory was there, but Jesus says, when 2 or 3 gather in my name, I'm there in the midst of them. അങ്ങനെയാണ് നോക്കി, ഇതിനകത്ത് ഇപ്പൊ എത്ര പേരുണ്ട്? 2-3 പേരൊന്നുമില്ല, അതിൽ കൂടുതലുണ്ടെങ്കിൽ We are more അവന്റെ than 2 or സാന്നിധ്യം 3. ഇതിനകത്ത് കാണണ്ടായ, അവന്റെ presence is സാന്നിധ്യം here. ഇതിനകത്ത് ഓപ്പറേറ്റഡ് ആകണ്ടായ His presence is operated അത് in നീ this place. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ താഴ്ചകളെ, നിന്റെ വീഴ്ചകളെ, നിന്റെ കുറവുകളെ എല്ലാം മാറ്റുന്നവൻ ഇതിനകത്തുണ്ടെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പറ, സകലതയും മഹത്വത്താൽ നിർവീര്യമായി പോകും. And every other thing will be nullified in His glory. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് സ്പീക്ക് ടു യുവർ ലൈഫ്. നിന്റെ ജീവിതത്തെ നോക്കി പറ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. I am living to reveal the glory of God. ഹല്ലേലൂയ. അതിന് തടസ്സമായിരിക്കുന്ന എന്ത് കാര്യം, നിനക്ക് ട്രാൻസ്ഫോർമേഷൻ വരാതിരിക്കുന്നതിന്, നിനക്ക് റിപ്പന്റൻസ് വരാതിരിക്കുന്ന, നിനക്ക് റിന്യൂവൽ വരാതിരിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന കാര്യത്തിലേക്ക് നോക്കിയിട്ട് നീ പറ, അതെന്റെ പിടിപ്പുകേടാണ്, ഇന്ന് മുതൽ അങ്ങനെയല്ല, ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടണം. Whatever is being an obstacle to your renewal, it is my weakness and God's glory should be revealed in it. അതുകൊണ്ട് പറഞ്ഞു, ആ തമാശക്ക് ഞാൻ ചെയ്ത തമാശക്കല്ല, നീ കാര്യമായിട്ട് കാണണം. നീ തമാശ കളിക്കാനുള്ള ഇടമല്ലിത്. നീ സീരിയസ് ആയിട്ട് നിന്റെ ലൈഫിനെ കണ്ട് Take your life seriously. ഇന്ന് മുതൽ ഈ 360 ദിവസം കർത്താവേ നിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഉപകരണമാക്കി എന്നെ മാറ്റണമേ. Make me an instrument where നിന്റെ 360 days ജോലിക്കകത്ത്, നിന്റെ your glory should be ജോലിക്കകത്ത്, revealed. നിന്റെ ബിസിനസ്സിനകത്ത്, നിന്റെ പേഴ്സണൽ ലൈഫിനകത്ത്, നിന്റെ ഫാമിലി ലൈഫിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടേ പറ്റൂ. God's glory should be revealed in my personal life, in my family, in your work, in What every all things area. you do, നീ എന്തോ ചെയ്താലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. Whatever you do, God's glory should be revealed. യോഹന്നാൻ 11:40 പറയുക, നീ വിശ്വസിച്ചാൽ, മാർത്തയോട് പറയുക, ഞാൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള പ്രശ്നം, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. Jesus tells Mary that if you believe, you will see the glory of God. നടക്കത്തില്ലെന്ന് പറഞ്ഞു. 4 ദിവസമായി നാട്ടം വെച്ചു, നടക്കാൻ യാതൊരു സാധ്യതയും ഇല്ല. പക്ഷെ നീ ഇന്നൊന്ന് വിശ്വസിച്ച് തകർന്നു പോയി, തീർന്നു പോയെന്ന് പറയുന്നിടത്ത് നീ വിശ്വസിച്ച് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. 4 days old and stinking, when it is impossible, if you believe, God's glory will be revealed. Hallelujah. ആണി അടിച്ചു വെച്ചിരിക്കുകയാണ്, കല്ലുരുട്ടി വെച്ചിരിക്കുകയാണ്, സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉയർത്തു വരത്തില്ലെന്ന് പറയുന്നിടത്ത് അവൻ അത്ഭുതങ്ങളെ ചെയ്ത് നിന്നെ When it ഉയർത്തിക്കും. was impossible, God does a miracle to resurrect. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ജോർജ് ബ്രദർ നടക്കത്തില്ലെന്നല്ലേ പറഞ്ഞ, കേസ് എങ്ങനെ തീർന്നു? കേസ് അനുകൂലമായി തീർന്നില്ലേ? അതിന്റെ പേരാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു.
When it was impossible, George brother's case became സത്യത്തിന് favorable for him through his glory. നിങ്ങളുടെ കുഴപ്പമാ, നിങ്ങളുടെ കുഴപ്പമാണ്. ആ സ്ഥലത്ത് കയറി അല്ല, എനിക്ക് മനസ്സിലായി. ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ കുഴപ്പം നമ്മുടെ മേലെ വന്നിട്ടും ദൈവത്തിന്റെ കരുണ നിങ്ങളെ സൂക്ഷിച്ചു. Although the mistake was ours, God's mercy surrounded us. കാര്യം ദൈവസന്നിധി പോലും നമുക്ക് എന്ന് പറയാൻ പറ്റാത്തതുപോലുള്ള പ്രവൃത്തിയായിരിക്കാൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നീ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ മുമ്പാകെ ചെന്ന് ചെയ്യാൻ, പറയാൻ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത പ്രവൃത്തിയാ ചെയ്തെങ്കിലും കർത്താവ് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നീ അവന് വിരോധമായി ചെയ്തിട്ടുണ്ടെങ്കിലും അവന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. രാവിലെ വിശ്വസിക്കുന്നതിനെ പറ, എന്നിൽ കൂടി ആ മഹത്വം വെളിപ്പെടണം. Through me the glory should be revealed. നമ്മൾ അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്കകത്ത്, കർത്താവേ നിനക്ക് വിരോധമായി ഞാൻ പലതും ചെയ്തു പോയി, എങ്കിലും എനിക്കൊരു കാര്യം അറിയാം, നീ എന്നെ നന്നായി സ്നേഹിക്കുന്നത് കൊണ്ട് നിന്റെ ആ സാന്നിധ്യത്തിനകത്ത് സകലതും റെസ്റ്റോർഡായി തീരും, എല്ലാം പുനഃസ്ഥാപിക്കപ്പെടും. Lord, I've done many things against you, but I know in your presence, in your I have glory, seen, everything will be restored. ആൾക്കാർ നിരാശപ്പെട്ടു പോകും. വേഗത്തിൽ നിരാശപ്പെടരുത്. നിരാശ എന്ന് പറയുന്ന ഒരു വലിയ ഡിസപ്ഷനാ, കബളിപ്പിക്കുന്ന പരിപാടിയാണ്. നീ നിരാശപ്പെട്ടു പോയാൽ പ്രശ്നം, ആമേൻ ഹല്ലേലൂയ, ശക്തി പ്രാപിക്കും. If you get discouraged and disappointed, the problem will take strength in you. ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്, ഒന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു, കുറഞ്ഞു, ഓ ഞാൻ വിട്ടെന്ന് പറയും. നീ വിടാനുള്ള വ്യക്തിയല്ല. അത് നീ ഒരു പ്രോസസ്സിനകത്താണ്. നീ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തും. You are in a process. Hold on, the Lord's glory will be revealed. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ശക്തിമത്തായ ജീവിതം അവൻ തന്നിരിക്കുന്നത്. That is how we must live powerfully. കാര്യം ദൈവത്തിന്റെ ആഗ്രഹം എന്റെ നിന്റെ ജീവിതത്തിൽ കൂടി അവന്റെ മഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. Because God wants to reveal his glory നമ്മൾ through us. വിഡ്രോ ചെയ്താൽ കർത്താവ് എന്തോ ചെയ്യും? ഞാൻ അവിടെ ഇല്ലെങ്കിൽ എന്നിൽ കൂടി എങ്ങനെ ആ മഹത്വം വെളിപ്പെടും? If I'm not there, how can God reveal his glory? നിങ്ങൾ നോക്കിക്കേ, യേശു വന്നില്ല. ലാസർ മരിച്ചപ്പോ യേശു വന്നില്ല. യേശു വരാഞ്ഞതാ, കാര്യമായി പോയി വരാഞ്ഞത്. When Lazarus died, Jesus did not come. It was good that he വീരം പിടിച്ച് delayed. കിടന്നപ്പോ യേശു വന്നിരുന്നെങ്കിൽ പനി സൗഖ്യമായി ആരെയും ഇത് അറിയാൻ പോകുന്നു. ഇന്ന് നമ്മൾ ഇതിനെ കുറിച്ച് പറയത്തുമില്ല. When Lazarus was healed of his sickness, And he was waiting for his death. അവന്റെ മരണത്തിന് വേണ്ടി യേശു കാത്തിരിക്കുമായിരുന്നു. And Jesus was waiting for his death to be ശിഷ്യന്മാര് resurrected. പറയുക, അയ്യോ ഇനി നമ്മള് താമസിച്ച് എന്നാൽ തന്നെ ആൾക്കാർ, വീട്ടുകാർ തന്നെ പറയും, എത്ര ദിവസം അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുള്ള മാർത്തയും മറിയം തന്നെ എന്നോ വിചാരിക്കും. നമ്മൾ അറിഞ്ഞിട്ട് 2 ദിവസം കൂടെ അവൻ ഇരുന്നിടത്തങ്ങ് ഇരുന്നെന്ന് എഴുതിയേക്കുന്നു. Jesus delayed even more 2 days. ഞാനും അത് വായിക്കുമ്പോൾ വിചാരിക്കും, ചങ്കി ചോരയില്ല, കണ്ണീരകത്ത് ചോരയില്ലാത്ത കർത്താവ് അല്ല. കർത്താവ് പറയുന്നത്, അല്ലട ആ പ്രശ്നം വഷളാകുമ്പോഴാണ് എന്റെ മഹത്വം നിന്റെ പ്രശ്നം വഷളാകുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തോടെ വെളിപ്പെടും. When your problem becomes severe, God's glory will be revealed. നീ പ്രാർത്ഥിച്ച് നിന്റെ പ്രശ്നം വഷളാകുന്നുണ്ടെങ്കിൽ നീ വിശ്വസിച്ചോണം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകും. You prayed and things are getting worse. Remember, God's glory is going to be revealed. നിരാശപ്പെട്ടു പോകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, നീ നിരാശപ്പെടും. നിരാശ ശത്രുവിന്റെ പ്ലാനാണ്. അതിൽ നീ പുറത്തു വരണം. Discouragement and disappointment is enemy's plan. നീ 10 പ്രാവശ്യം പറഞ്ഞു നിരാശപ്പെട്ടു പോകും, ഞാൻ ഇനി ഇല്ല ഞാൻ ഇനി പറയാം. അല്ല, നീ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് തന്നെ നിരപ്പിന്റെ ശുശ്രൂഷകനായിട്ടാണ്. Don't be discouraged. God has appointed you as a minister of reconciliation. പലതിനെയും റിസ്റ്റോർ ചെയ്യുന്ന വ്യക്തിയായിട്ട് നിന്നെയാണ് ദൈവം ഉദ്ദേശിക്കുന്ന പുനഃസ്ഥാപിക്കുവാൻ. God has appointed you for reconciliation. അതിനാണ് നിന്നെ നിരപ്പിന്റെ ശുശ്രൂഷകനാകുക. വിട്ടുപോകരുത്. Don't forget. മറന്നു പോകരുത്. നീ ഉണ്ടെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ അവിടെ നടക്കത്തുള്ളൂ. Only if you are there, certain things will happen. എനിക്ക് പകരം വേറൊരാളായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇത് കൂടാനൊക്കത്തില്ല. If someone else was in my place today, എന്തെല്ലാം നിരാശയുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്കറിയാം, നാളെ എന്ന് പറയുന്ന ദിവസം ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. In spite of all discouragements, I believe God will show his glory. ഹല്ലേലൂയ. Hallelujah. മുന്നമേ കാണാൻ നമുക്ക് കഴിവില്ല. നാളെ എന്ത് വരുമെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോഴത്തെ ബുദ്ധിക്ക് അനുസൃതമായിരിക്കാൻ ചെയ്തത് ദൈവത്തിനറിയാം. നീ എന്ത് അബദ്ധം കാണിച്ചാലും അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തും. We don't know how to do things, how to plan things, but God knows everything. എത്രയോ പേര് വിവേകത്തോടെ പല കാര്യങ്ങൾ ചെയ്യുന്ന അബദ്ധത്തിലോട്ടാ പോകുന്നത്. വിവേകത്തോടെ ചെയ്തിട്ട് അബദ്ധത്തിൽ പോകുമ്പോൾ നീ കാണിച്ചത് മുഴുവനും മണ്ടത്തരമാ. ദൈവം നിന്റെ കൂടെ നിൽക്കും. Certain things you do, you think that you do out of wisdom, but leads to folly. എല്ലാവരും ബുദ്ധിമാന്മാരുടെ കൂടെ നിൽക്കുമ്പോൾ അവൻ പൊട്ടനായ നിന്റെ കൂടെ നിൽക്കാൻ ദൈവത്തിന് ആഗ്രഹം.
In spite of all wise men, God wants to stand with a foolish person അതാണ് like you. പറയുന്നത്, തന്റെ ഒരുത്തിന് ബലഹീനതയുണ്ടെങ്കിൽ കർത്താവ് ബലഹീനന്റെ വശത്താണ് നിൽക്കുന്നത്. God will stand with a weak person. That is why I said, no, you don't never say that you are in minority. നീ നിന്റെ പക്ഷത്ത് ആരുമില്ലെന്ന് നീ പറയല്ല. നീ മൈനോറിറ്റി അല്ല. You plus God is majority. നിന്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ നീ ഒരു വലിയ സൈന്യമാണ്. Never say I'm alone. You plus God is a majority. You're a big troop. Take it from me. ഇന്ന് രാവിലെ നീ അത് പിടിച്ചെടുത്ത്, ഹല്ലേലൂയ, നിന്റെ നിരാശകൾ നിന്നെ തകർക്കാൻ വേണ്ടി വരുന്നതാണ്. നിന്റെ അകത്ത് പ്രത്യാശയുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കും. Discouragements are to destroy you, but if there is hope in you, ഹല്ലേലൂയ. miracles will happen. പറഞ്ഞേ, നഷ്ടമായതെല്ലാം മടക്കി തരും. Whatever is lost will be അത് restored. ആരോഗ്യമായിക്കോട്ടെ, നിന്റെ മുഖത്തെ ചിരിയായിക്കോട്ടെ, Could be the smile ആമേൻ, on your ഹല്ലേലൂയ, face. നിന്റെ സമ്പത്തായിക്കോട്ടെ, Your wealth. നിന്റെ സമയമായിക്കോട്ടെ, Your time. നിന്റെ വസ്തുവകകളായിക്കോട്ടെ, Your clothes. ആമേൻ, ഹല്ലേലൂയ, നിന്റെ സ്ഥാനമാനങ്ങളായിക്കോട്ടെ, Positions. ഹല്ലേലൂയ, നിന്റെ ആരോഗ്യമായിക്കോട്ടെ, Your health. നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി തരുവാൻ യോഗ്യനാണ്. Whatever you lost, He is able to restore. ഇപ്പോഴും വാകളെ തുറന്ന് കർത്താവിന് മഹത്വം കൊടുത്ത് പറ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. God will use me as a restorer. എന്റെ വീടിന്റെ, എന്റെ ജീവിതത്തിന്റെ യഥാസ്ഥാനപ്പെടുന്ന വ്യക്തിയായി എന്നെ കർത്താവ് മാറ്റും. Lord, you are the restorer of my life and my home. Hallelujah. Hallelujah. And He will make me the restorer of my everything. Amen. Hallelujah. Thank you, Jesus. കർത്താവ് നിന്നെ പിടിച്ച കർത്താവ് റെസ്റ്റോർ ചെയ്യണമെന്ന് പറയും നിന്റെ വീടിനെ മുഴുവൻ. The Lord raise you to restore your home. കാര്യം നീ നിൽക്കുന്നത് ഇപ്പോൾ യേശുവിൻ അതേ സ്റ്റാൻഡേർഡില്ല. Because you are standing in the same ഹല്ലേലൂയ. standard. Hallelujah. മൊത്തം യേശു വളരെ യോഗ്യനായിട്ട് നടന്ന, നീ മൊത്തം കുഴപ്പക്കാരനാ. You are full of problems. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിന്റെ ബലഹീനതയിൽ ഞാൻ എന്റെ ശക്തിയെ വെളിപ്പെടുത്തും. In your weakness, my strength will be made If you perfect. know that you are weak, He will strengthen you. അവന്റെ ശക്തിയെ നിന്റെ ബലമായിരിക്കും. Amen. 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 എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe it? എത്ര പേര് How വിശ്വസിക്കുന്നുണ്ട്? many of you believe എത്ര it? പേര് 2025 5 ദിവസത്തെ നഷ്ടമല്ല നീ നോക്കേണ്ടിയ, അടുത്ത 360 ദിവസങ്ങളിലെ ലാഭങ്ങളിലേക്ക് നോക്കിക്കേ. Don't look at the loss of 5 days, 360 days. God is going to turn it into gain. ഹല്ലേലൂയ. Hallelujah. ഒരു മനുഷ്യനും വേണ്ടാത്ത സ്ഥലമാണ്, ചുറ്റുവട്ടങ്ങളെ മുഴുവൻ വീടായി. This was a deserted place. Now it's filled with houses around. ജംഗിളായിട്ട് കിടക്കുമായിരുന്നു, ചുറ്റുവട്ടത്തിലെല്ലാം വീടായി. Now we see this place is filled with houses. ഞാനൊരു കാര്യം കാണുകയാണ്, ഈ ദേശം ദൈവം എനിക്ക് അവകാശമായിട്ട് തന്നു. I believe this land God has given me as an inheritance. ഞാൻ എപ്പോഴേ കാനഡയ്ക്ക് പോകാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. I wanted to go to Canada. ഹല്ലേലൂയ. ഇപ്പം തന്നെ ഇങ്ങനെ കാണിച്ചല്ലോ, പോവാന്ന് പറഞ്ഞിട്ടില്ല എന്നോട്, അല്ലേ? പക്ഷെ കർത്താവ് പറയാ, ഈ ദേശം നിനക്ക് അവകാശമായി ഞാൻ തരും. This land I am giving you as an inheritance. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങൾ many of you പാർക്കുന്ന believe? ഇടത്ത് Where you ദൈവത്തിന്റെ stay, മഹത്വം വെളിപ്പെടും. God's glory will be revealed. ഹല്ലേലൂയ. Hallelujah. നമ്മൾ പല പ്ലാനുകൾ ഇടും, നമ്മൾ ഭയങ്കര പദ്ധതികളൊക്കെ ഇടും, അതൊന്നുമല്ല, big plans. ദൈവത്തിന്റെ പദ്ധതി നടക്കും. God's plan will be established. ഓമനോ വിചാരിക്കുമായിരിക്കും, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഞാൻ പ്രാർത്ഥിക്കാൻ ചേട്ടൻ, ഞാൻ Why did ചർച്ചിനകത്ത് it എന്തോ happen to ചെയ്യാത്തത്. me? ബീനാമ വിചാരിക്കുമായിരിക്കും, എനിക്കെന്താ ഇത് വരാൻ കാരണം, Why did it happen to me? എന്തുകൊണ്ട് എനിക്കിത് വന്നത്. Why ഇവിടെ did it നിങ്ങൾ happen വാ to me? തുറന്നു പറയും, ദൈവത്തിന്റെ മഹത്വം എന്നിക്കുറവിൽ. God's glory will be revealed. ഇപ്പൊ നിനക്ക് പ്രശ്നമാണ്, നീ പറയണ എന്തോ ഈ പ്രശ്നം, എനിക്ക് ഞാൻ എത്ര നാളായിട്ട് ആരാധിക്കും, എന്താ പറയുക, ദൈവത്തിന്റെ മഹത്വം നിന്റെ കൂടെ വെളിപ്പെടാൻ അവൻ ആഗ്രഹിക്കുകയാണ്. God's glory shall be revealed through you. നിങ്ങളുടെയൊക്കെ വ്യക്തിപരമായ എല്ലാ വിഷയങ്ങളിലേക്കിട്ട് നോക്കിയിട്ട് പറ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനായത്. Look at all your personal problems and say it is for എത്രയോ God's glory. കാര്യങ്ങൾ ഞാൻ ചെയ്ത് ഒന്നിനൊന്നും ഞാൻ പച്ച പിടിക്കുന്നു. നീ പച്ച പിടിച്ചും പുഷ്ടി വെച്ചും നീ തഴച്ചുമിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയും. God's word says that you will flourish and you will prosper. ആമേൻ. in ഹല്ലേലൂയ. everything. നിനക്ക് മൊത്തം പ്രശ്നങ്ങളാണ്, വഴക്കാണ്, ഇറങ്ങാനൊക്കത്തില്ല, എല്ലാവരോടും പ്രശ്നങ്ങളാണ്. എന്ന പ്രശ്നമില്ലാത്ത ഒരുത്തൻ നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, നിന്റെ പ്രശ്നങ്ങളെ അവൻ പരിഹരിക്കും. Full of problems everywhere, but there is the one who Oh, has come thank down you, to you who will Jesus. solve the Hallelujah. problems for you. ആമേൻ. ഇന്ന് കൈയൊക്കെ അടിച്ചത് പ്രാപിച്ചെടുത്തിട്ട്, ആമേൻ, അടുത്ത Receive it. 360 ദിവസങ്ങൾ ഇതാ സകലത്തിന്റെ മേലും നീതിയോടെ വാഴുന്നവൻ എന്റെ രാജാവായി ഉള്ളത് കൊണ്ട് അവന്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും. I will see his glory who reigns യാവാദാര over. സംധാര മാനാശികൾ വാകളൊക്കെ തുറന്ന് റിബിലിയാന ഹസിയാന്തന റബൽതനെ ഇനദിൽ ഖബല റിമനിയാന ഹസിയാന്തന റിഗലെ ഹല്ലേലൂയ പ്രാപിച്ചെടുക്കു ചിലത്.
Receive it. പ്രാപിച്ചെടുക്ക് ചിലത്. Receive it. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ പുതിയ വർഷത്തിനകത്ത് നിന്റെ ജീവിതത്തിൽ പുതുക്കങ്ങൾ സംഭവിക്കും. Let there be renewal in this new year. ചിലത് പുതുക്കപ്പെടട്ടെ യേശുവിന്റെ Let there നാമത്തിൽ. be renewal in Jesus' name. പരാദികൾ ഖമന റഗല വാകളെ തുറന്ന് വരാസിയാന്തന മനാദികൾ ഖബർ റഗല ദിരിവിലി അനഹസിയാന്തന യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. അതെല്ലാം കൈമാറ്റം സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. Impartation. പരാദികൾ ഖമന റഗല പുതുഭാഷകളുടെ ഒഴുക്കുകൾ സംഭവിക്കട്ടെ. പുതുഭാഷകളുടെ ഒഴുക്കുകൾ സംഭവിക്കട്ടെ. Let there be a flow of new languages. ആബാരിയ സന്ധാര മനാദികൾ ഖമന റഗല ദിരിയലിയ സിയാദുന റഗല. കൊതിക്കണം 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 Desire it. Desire it. കൊതിക്ക്. കർത്താവേ, എന്റെ നാവിനെ തൊട്ട് എനിക്ക് പുതിയത് പറയാൻ. Lord, touch my tongue. Help me have a new language. യേസ്മിൻ ദേറി മനാദികൾ ഖബർ റന ഷിയാദന റമൽതന റിബിലിയന ഹസിയാന്തുന റിമൽ ഖമന റഗല ബർഷൻ ദേറി ഇലിയാസ്മനി റിയാന്തന വൈഡൻ ദേറി ബലാസിമൽ ഖബർ റഗല ബരാശിബൽ ഖമന റഗല അസ്നേരിയാദന റഗല. ആമേൻ. ഹല്ലേലൂയ. ഉടുപ്പിനെ തീ പിടിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. Let us catch ഹൃദയത്തിന് fire in തീ Jesus' പിടിക്കട്ടെ name. യേശുവിന്റെ നാമത്തിൽ. Let me catch fire in Jesus' name. ആരാധികൾ ഖമന. ഇത്രയും നാളുമുള്ള ജീവിത ശൈലി എനിക്ക് വേണ്ട കർത്താവേ. I don't want the lifestyle I've lived so long. I want to get renewed in your spirit. നിന്റെ ആത്മാവിനാൽ എനിക്ക് പുതുക്കം ഉണ്ടാകണം. Let there be a renewal in your spirit. പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഒരു കൈമാറ്റം പോലെ സംഭവിക്കട്ടെ. Let there be an impartation. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ ഞങ്ങൾ കർത്താവേ. ഹല്ലേലൂയ. We are redeemed by the blood of ഹല്ലേലൂയ. Jesus. അമേൻ. കേറിക്ക്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അങ്ങേ പോലെ ഞങ്ങൾക്കും കർത്താവേ എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു കർത്താവേ. അതിനായി എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു. ആരാധനയ്ക്കായി ആരാധനയ്ക്കായി ആഗ്രഹിച്ച് യേശുവിന്റെ നാമത്തിൽ ആരാധനയ്ക്കായി ആഗ്രഹിച്ച് Jesus' name.